السلام عليكم ورحمة الله تعالى وبركاته. بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. നബിമാരിലെല്ലാം ഉപരിയാണ് അഹ്മദ് നബി. അവരൊക്കെയും ഖമറാണ് ശംസാണ് നബി. ചൊല്ല മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഹൃദയം പിടയ്ക്കുന്നു യാ റസൂലല്ലാഹ്, ഇനിയും പാപമാലേ നടത്തിയിടല്ല. ഇവനൊരു തൗബ തരുമോ, ഇവനൊരു തൗബ തരുമോ യാ ശഫീ അല്ലാഹ്, ഇനി ഞാൻ ചെയ്യുകില്ല യാ ഹബീബല്ലാഹ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. എല്ലാം ഏകനായ നിലക്ക് അടക്കി ഭരിക്കുന്ന ജഗനിയന്താവായ അല്ലാഹ്, സാധുക്കളായ ഞങ്ങളെ സദസ്സിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ സദസ്സ് നീ ഏറ്റെടുക്കണേ അല്ലാഹ്. ഞങ്ങളെ ദുആക്ക് ഇജാബത്ത് നൽകണേ അല്ലാഹ്. നല്ല നിയ്യത്തോടുകൂടെ എല്ലാവരും മദീനയിലേക്ക്, ഹബീബായ തങ്ങളിലേക്ക്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ ഹബീബല്ലാഹ്. സ്വീകരിക്കണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്, ഏറ്റെടുക്കണേ അല്ലാഹ്. ഞങ്ങളെ ദുആക്ക് ഇജാബത്ത് നൽകണേ അല്ലാഹ്. മുത്തുമുഅ്മിനീങ്ങളെ, ഈമാനോടുകൂടെ, അദബോടുകൂടെ, അച്ചടക്കത്തോടുകൂടെ നിങ്ങളെല്ലാവരും തുടക്കം മുതൽ അവസാനം വരെ പങ്കെടുക്കണം. അമ്പിയാക്കന്മാർ, ഔലിയാക്കന്മാരിലേക്ക്, നൂറുൽ ഹുദാ കുടുംബത്തിൽ നിന്ന് മൺമറഞ്ഞു പോയവരിലേക്ക് ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വിദത്തൈനി ഓതിക്കൊണ്ട് മജ്ലിസ് തുടങ്ങുകയാണ്. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم.
ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ വമിൻ ശർരി النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الله الله ربنا الله. ഞങ്ങളെ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ സദസ്സ് നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളെ ദുആക്ക് ഇജാബത്ത് നൽകണേ അല്ലാഹ്. മുത്തുമുഅ്മിനീങ്ങളെ ഇനി എല്ലാവരും നല്ല തഖ്വയോടുകൂടെ നല്ല അദബോടുകൂടെ എല്ലാവരും എൻ്റെ കൂടെ ചൊല്ലിക്കോ. മഹാന്മാരായ ബദരീങ്ങളെ തവസ്സുലാക്കിക്കൊണ്ടുള്ള ബൈത്ത് ഞങ്ങൾ ഓതിയ ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വിദത്തൈനി. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ധാരാളം ആളുകൾ ഖബറിൽ കഴിയുന്നുണ്ട്. അവരെ ഖബറിലെ അവസ്ഥ എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. ഈ മജ്ലിസിനൊരു മഹത്വമുണ്ടല്ലോ റഹ്മാനെ. ആ മഹത്വം പരിഗണിച്ച് അല്ലാഹുവേ ഞങ്ങളെ ഖബറാളികൾക്ക് വലിയ സന്തോഷം ഖബറിൽ നൽകണേ അല്ലാ. വലിയ റാഹത്ത് നൽകണേ അല്ലാ. സമാധാനം നൽകണേ അല്ലാ. എല്ലാവരും ബദരീങ്ങളെ തവസ്സുലാക്കിക്കൊണ്ടുള്ള ബൈത്ത് നല്ല നിയ്യത്തിൽ ചൊല്ലാം. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. എല്ലാ ഗുണങ്ങൾ നേടുവാൻ കൂറ്റങ്ങളെല്ലാം നീങ്ങുവാൻ സ്വർഗത്തിലൊന്നായി ചേരുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. കടം വീടി സന്തോഷിക്കുവാൻ കുടുംബങ്ങളിൽ ഗുണം ചെയ്യുവാൻ ഖൈറായ പാതയിൽ നീങ്ങുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. ദിക്റും സ്വലാത്തും നിത്യമിൽ ചെയ്ത് ഖുശൂഉം സത്യമിൽ സത്തായ ഈമാനുള്ളതിൽ ബദരീങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. സന്താന സൗഭാഗ്യത്തിനും സൗകര്യമുള്ളൊരു വീടിനും പ്രസവത്തിലെ എളുപ്പത്തിനും ബദരീങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. കച്ചവടം കൃഷി മുഴുവനും ചെയ്യുന്ന ജോലിയിലൊക്കെയും ബദരീങ്ങളെ ബറക്കത്തിനാൽ റഹ്മത്ത് തായ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. എല്ലാ ബലാഉം ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബറക്കത്തിനാൽ എമ്മൈ കാക്കണം യാ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. ദാഹമൗതദ് കൂട്ടിടും ഇബ്ലീസ് കോസി
ഹൂദിനെ കാട്ടിടും നേരം ലൈനവനാട്ടുവാൻ ബദരീങ്ങളാൽ കുതുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ദണ്ണവ ബാബാ സൂരിയും മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബറക്കത്തിനാൽ യമൈ ശിഫയാക്കണം യാ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്വീകരിക്കണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്, ഏറ്റെടുക്കണേ അല്ലാഹ്, ഞങ്ങളെ ദുആക്ക് ഇജാബത്ത് നൽകണേ അല്ലാഹ്. മുഅ്മിനീങ്ങളെ, മുഅ്മിനീങ്ങളെ, ഇനി നിങ്ങളെല്ലാവരും കൂടെ നല്ല അദബോടുകൂടെ അച്ചടക്കത്തോടുകൂടെ മഹാനായ ഗൗസുൽ ആദം തങ്ങളെ മുഹിയദ്ദീൻ മാല ചൊല്ലണം. എല്ലാ ദിവസവും ബദരീങ്ങളെ തവസ്സുലാക്കാറുണ്ട്, എല്ലാ ദിവസവും മുഹിയദ്ദീൻ മാല ചൊല്ലാറുണ്ട്, എല്ലാ ദിവസവും പള്ളിപ്പടി ഉപ്പാപ്പാനെ തവസ്സുലാക്കാറുണ്ട്, എല്ലാ ദിവസവും സിഎം വലിയുള്ളാനെ തവസ്സുലാക്കാറുണ്ട്. അല്ലാഹ്, ഈ മഹാന്മാർക്ക് അല്ലാഹുവേ നീ കൊടുത്തൊരു കഴിവുണ്ടല്ലോ, ആ കഴിവിൽ നിന്നാണല്ലോ ഞങ്ങൾ ചോദിക്കുന്നത്, ആ കഴിവിൽ നിന്നാണല്ലോ ഞങ്ങൾ ചോദിക്കുന്നത്. ഞങ്ങൾക്ക് ഉത്തരം നൽകണേ അല്ലാഹ്, ഞങ്ങളെ ദുആക്ക് ഇജാബത്ത് നൽകണേ അല്ലാഹ്. എല്ലാവർക്കും അറിയുന്ന രീതിയിലേ ചൊല്ലുന്നുള്ളൂ. അല്ലാ തിരുപേരും സ്തുതിയും സ്വലാവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത ബേദാംബർ അലം ഉടയവൻ ഏകൽ ആരുളാലേ ആയേ മുഹമ്മദ വർക്കീളെ ആണോവർ എല്ലാ കീള ഈലോം ബങ്കീളെ ആയോവർ എല്ലാ ദിശയിലോം കേളി മികച്ചോവർ സുൽത്താനുൽ ഔലിയ എന്ന് പേരുള്ളോവർ സയ്യിദാവർ തായും ബാവയും ആണോവർ ബാവമോദോവിനെ കുത്തുബായി വന്നോവർ ബാനം മാതേളിയിലും കേളി നിറച്ചോവർ ഇരുന്നായിരു ഫീൻകേൾ ആകാശം കണ്ടോവർ ഏറും മാലക്കോത്തിൽ രാജാളി എന്നോവർ ബിൽ കുത്തുബി റബ്ബാനി വൽഗൗസി സ്വമദാനി നജ്ജീനാ മിൻ കുല്ലി ആഫാത്തിയ അല്ലാഹ്. താരീഖ് 470 ചൊന്നേ നാൾ കൈലാനി എന്നുള്ള നാട്ടിൽ പിറന്നോവർ എന്നെ പീഡിച്ചവർ ഏതും പേടിക്കേണ്ട എന്നെ പീഡിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ ബിൽ കുത്തുബി റബ്ബാനി വൽഗൗസി സമദാനി നജ്ജീനാ മിൻ കുല്ലി ആഫാത്തി അല്ലാഹ്. കളവ് പറയല്ലേ എന്നും ചൊന്നാരേ കള്ളന്റെ കയ്യില് പൊന്ന് കൊടുത്തോവർ ബിൽ കുത്തുബി റബ്ബാനി വൽഗൗസി
സ്വമദാനി നജ്ജീനാ മിൻ കുല്ലി ആഫാതി യാ അല്ലാഹ്. എല്ലാവരും ഒന്ന് കൈകൾ ഉയർത്തിപ്പിടിക്കും. മുത്താൽ പാടച്ച ദുനിയാവിൽ നിൽക്കും നാൾ മൂപ്പർ മുഹിയദ്ദീൻ കാവലിലെ ഗല്ലാ കാലം അസ്റായിൽ മൗത്ത് വാങ്ങും നാളിൽ കരുത്തർ മുഹിയദ്ദീൻ കാവലിലെ ഗല്ലാ പേടി പേരുത്ത കാബറാകം പോകും നാൾ പേർ പറ്റ മുഹിയദ്ദീൻ കാവലിലെ ഗല്ലാ സൂറ് ബീളി കേട്ടിട്ടൊക്കെ പുറപ്പെട്ടാൽ സുൽത്താൻ മുഹിയദ്ദീൻ കാവലിലെ ഗല്ലാ ബിൽ ഖുതുബി റബ്ബാനി വൽ ഗൗസി സ്വമദാനി നജ്ജീന മിൻ കുല്ലി ആഫാതി യാ അല്ലാഹ്. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അല്ലാഹുവേ, നീ ഞങ്ങളെ കബൂലാക്കണേ അല്ലാ, നീ ഞങ്ങളെ ഏറ്റെടുക്കണേ അല്ലാ. നിന്റെ മഹാന്മാരെ മഹത്വം പാടുന്നത് പറയുന്നത് ഞങ്ങളെ ജീവിത വിശുദ്ധിക്ക് കാരണമാക്കണേ അല്ലാ. ദിക്റുൽ അംബിയാഇ മിനൽ ഇബാദ, അംബിയാക്കന്മാരെ മഹത്വം പറയുന്നത് ഇബാദത്താ. വദിക്റുസ് സ്വാലിഹീന കഫാറ, മഹാന്മാരായ ഔലിയാക്കന്മാരെ മഹത്വം പാടുന്നത് പറയുന്നത് മുഅ്മിനേ, ഞാനും നിങ്ങളും ചെയ്തു പോയ തെറ്റുകൾക്ക് പ്രായശ്ചിത്തമാ, നമ്മുടെ തെറ്റുകൾ പൊറുക്കാൻ കാരണമാ. ആരാ പറയുന്നത്? ശഫീഉനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ച റബ്ബേ, ഹബീബായ തങ്ങളെ തിരുനോട്ടം കൊണ്ട്, അവിടുത്തെ മദദ് കൊണ്ട്, നസ്ർ കൊണ്ട്, നദർ കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ, ഞങ്ങളെ ഏറ്റെടുക്കണേ അല്ലാ, ഞങ്ങൾക്ക് ഉത്തരം നൽകണേ അല്ലാ. നിങ്ങളെല്ലാവരും കൂടെ എല്ലാവരും പള്ളിപ്പടിപ്പാപ്പാനെ തവസ്സിലാക്കണം. 11 ഫാത്തിഹ നിത്യമായി ഓതുന്നവരുണ്ട്. മുഅ്മിനീങ്ങളെ, പള്ളിപ്പടിയിലേക്ക് സിയാറത്ത് പോയവരുണ്ട്, എൻ്റെ കൂടെ ബസ്സിൽ വന്നവരുണ്ട്. അല്ലാഹുവേ, ധാരാളം ആളുകൾ നിത്യേന സിയാറത്ത് ചെയ്യുന്നുണ്ട്. നൂറുൽ ഹുദാ കുടുംബത്തിൽ നിന്ന് ധാരാളം ആളുകൾ പള്ളിപ്പടിയുടെ തിരുമണ്ണിലേക്ക് കാലുകുത്തിയിട്ടുണ്ട്. റബ്ബേ, അവിടെ ചെന്നവരെ വെറുതെയാക്കല്ലേ അല്ലാ, പള്ളിപ്പടിപ്പാപ്പാനെ തവസ്സിലാക്കിയവരെ വെറുതെയാക്കല്ലേ അല്ലാ, അവിടുത്തെ കാവൽ അവിടെ ചെന്നവർക്ക് നൽകണേ അല്ലാ. ഈ മജ്ലിസിലൂടെ, ഈ മജ്ലിസിന്റെ കീഴിലായി ഫാത്തിഹ ഓതുന്നവരുണ്ട്. അല്ലാഹുവേ, 5 അംഗങ്ങളാണ് വീട്ടിലുള്ളത്. ആ 5 പേരും നിത്യേന യാസീൻ ഓതുന്നുണ്ട് എന്ന സന്തോഷം എന്നോട് വിളിച്ചു പറഞ്ഞ കുടുംബങ്ങളുണ്ട്. അല്ലാ അല്ലാ, റബ്ബുനല്ലാ ഖൈർ നൽകണേ അല്ലാ, ബറക്കത്ത് നൽകണേ അല്ലാ. പള്ളിപ്പടിപ്പാപ്പാന്റെ തിരുനോട്ടം കൊണ്ട് ഞങ്ങളെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ. മുഅ്മിനീങ്ങളെ, നല്ല നിയ്യത്ത് വെച്ചോ. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. നിയ്യത്ത് നല്ലതാണെങ്കിൽ അല്ലാഹ് നമ്മളെ പരിഗണിക്കുക. അല്ലാതെ വെറുതെ വായും പൊളിച്ചിരിക്കാനാണ് വന്നതെങ്കിൽ ഈ ഉറക്കമൊഴിക്കുന്നത് വെറുതെയാ. ഇവിടെ വന്ന് സമയം കളയുന്നത് വെറുതെയാ. അള്ളാന്റെ അടുക്കൽ നിന്ന് പ്രതിഫലം വേണോ? നിയ്യത്ത് നന്നാക്കിക്കോ, നിയ്യത്ത് നന്നാക്കിക്കോ. അല്ലാഹു അക്ബർ. നൂറാനി അഹ്മദ് നബിയേ സ്വല്ലല്ലാഹു ഗൗസുൽ ആദം മുഹിയദ്ദീൻ പള്ളിപ്പടി വലി റളിയല്ലാഹ്. കണ്ണിനു കണ്ണാം വലിയോരേ, കാതിൽ സുഖമൊഴുകും പേരേ, കൽബിൽ
കുളിർമ പൊൻപൂവേ പള്ളിപ്പടി വലിറളിയല്ലാ പള്ളിപ്പടിയിൽ മറഞ്ഞോരേ ഫളിലുകളുടയ മഹാനോരേ പാരിനുടയവനേകൻ തന്നുടെ ഇഷ്ടകനിയാം പൂമാനേ നാടിൻ ഇസ്സത്തായവരേ ഇഷ്കിൽ വഴി ചേർന്നുള്ളവരേ ഇഹ പരമോക്ഷം നേടി സുബർക്കം തേടി മറഞ്ഞ മഹാനിധിയേ ദുനിയാവ് നമരീചിക തൻ മായിക വിട്ട് നടന്നോരേ സൂക്കിൻ ചെളിവെള്ള കുളമകമിൽ അമ്പറു ചേർത്തൊരു പൊന്നൊളിയേ ഉള്ളാൾ തങ്ങളെ പോലൊരു വലിയ എൻ വലിയാം പള്ളിപ്പടി വലിയ എന്നൊരു വാക്കിനുള്ളിലെ പൊരുള് പാപികൾക്ക് ആശ്വാസത്തിൻ തണല് അല്ലാഹു അക്ബർ നൂറാനി അഹ്മദ് നബിയെ സല്ലല്ലാഹു ഗൗസുൽ അഅ്ലം മുഹയ്യദ്ദീൻ പള്ളിപ്പടി വലി റളിയല്ലാഹ് സ്വീകരിക്കണേ അല്ലാഹ് കബൂലാക്കണേ അല്ലാഹ് ഏറ്റെടുക്കണേ അല്ലാഹ് ദുആക്ക് ഉത്തരം നൽകണേ അല്ലാഹ് ഞങ്ങളെ ദുആനെ നീ ഏറ്റെടുക്കണേ അല്ലാഹ് എല്ലാവരും സിഎം അലിയുള്ളാനെ തവസ്സിലാക്കുന്ന ബൈത്തെടുത്ത് വെക്ക് അള്ളാന്റെ മഹാന്മാരെ നമ്മളിങ്ങനെ വിളിക്കുമ്പോ ഒരാൾ നമ്മളെ പരിഗണിച്ചാൽ നമ്മൾ മുഴുവനും രക്ഷപ്പെടും അല്ലാഹുവേ നിന്റെ മഹാന്മാരെ കാവൽ ഞങ്ങൾക്ക് നൽകണേ ഞങ്ങൾക്ക് നൽകണേ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് نحمد الله المجيب كل دعوات لنا لا لنا رب سواه إنه البر العلي لا إله إلا الله لا إله إلا الله لا إله إلا الله هو محمد رسول الله كم مريض قد أتاه كامل شفاء بكم ليس بالعلاج بل بالقول يا مدبور ولي لا إله إلا الله لا إله إلا الله لا إله إلا الله هو محمد رسول الله كل عفريت وشيطان وجن ماردي هذه موان ജിനായ പുതുബന മടവൂർ വലി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ പടച്ച റബ്ബേ ഞങ്ങൾക്ക് ഇജാബത്ത് നൽകണേ അല്ലാഹ് നിന്റെ മഹാന്മാരെ കാവൽ ഞങ്ങളെ മജ്ലിസിൽ നൽകണേ അല്ലാഹ് ഞങ്ങളെ ഈ സ്ഥാപനത്തിൽ നൽകണേ അല്ലാഹ് മഹാനായ സുൽത്താനുൽ സാക്കിരീൻ അല്ലാഹുവേ മീറാനൗലെ ഉപ്പാപ്പാന്റെ ചാരത്ത് നിന്നാണ് മജ്ലിസ് നടത്തുന്നത് അവരെ മദദ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ് അവരെ നസ്ർ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ അല്ലാഹു നമ്മുടെ ദുആക്ക് ഇജാബത്ത് നൽകട്ടെ ഉത്തരം നൽകട്ടെ ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും കൂടെ നല്ല തഖ്വയോടുകൂടെ നല്ല അദബോടുകൂടെ എൻ്റെ കൂടെ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഹബീബായ തങ്ങളെ ഹളറത്തിലേക്ക് ഒരു 33 സ്വലാത്തു നൂർ ഹബീബായ തങ്ങള് കരളിന്റെ കഷ്ണമാണെന്ന് പറഞ്ഞ ഫാത്തിമ ബീവി ചൊല്ലിയ സ്വലാത്താണ്. ഉമ്മമാരെ പെങ്ങന്മാരെ ചൊല്ലിക്കോ. അല്ലാഹുമ്മ സല്ലി അലൻ നൂരി വാഹിലി, അല്ലാഹുമ്മ സല്ലി അലൻ നൂരി വാഹിലി,
اللهم صل على النور واهلي 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 الصلاة والسلام عليك يا سيدنا يا رسول الله الصلاة والسلام عليك يا سيدنا يا حبيب الله الصلاة والسلام عليك يا سيدنا يا رسول الله الصلاة والسلام عليك يا سيدنا يا حبيب الله സ്വീകരിക്കണേ അല്ലാ കബൂലാക്കണേ അല്ലാ ഏറ്റെടുക്കണേ അല്ലാ ഞങ്ങളെ ദുആക്ക് ഉത്തരം നൽകണേ അല്ലാ ഈമാനുള്ളവരെ ഈമാനുള്ള വിശ്വാസികളെ ഇനി എല്ലാവരും അല്ലാഹുവിന്റെ പരിശുദ്ധമായ നാമങ്ങൾ ചൊല്ലണം ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് മദീനയിലേക്ക് എത്തിക്കണേ അല്ലാ അല്ലാഹുവേ ചൊല്ലിയ സ്വലാത്തിന്റെ ബറക്കത്ത് ഞങ്ങളെ കുടുംബ ജീവിതങ്ങളിൽ കാണിച്ചു തരണേ അല്ലാ ഭർത്താക്കന്മാര് ഭാര്യമാര് ബാപ്പമാര് ഉമ്മമാര് സഹോദരിമാര് അല്ലാഹുവേ നൂറുൽ ഹുദാ കുടുംബത്തിൽ നിന്ന് ആരൊക്കെ എന്തൊക്കെ ജോലി ചെയ്താണോ ജീവിക്കുന്നത് അവരെ ജോലികളിലെല്ലാം വലിയ ബറക്കത്ത് നൽകണേ അല്ലാ വലിയ സന്തോഷം നൽകണേ അല്ലാ വലിയ റാഹത്ത് നൽകണേ അല്ലാ ഈ മജ്ലിസിലുള്ള എല്ലാവരെയും ഇസ്സത്തിലാക്കണേ അല്ലാ ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും കൂടെ നല്ല തഖ്വയോടുകൂടെ നല്ല അദബോടുകൂടെ എൻ്റെ കൂടെ അസ്മാഉൽ ഹുസ്ന ചൊല്ലണം അള്ളാഹിൻ്റെ പരിശുദ്ധമായ നാമങ്ങൾ അള്ളാഹുവിൻ്റെ പവിത്രമായ നാമങ്ങൾ നല്ല നിയ്യത്തും വെച്ച് നിങ്ങൾ ഓരോരുത്തരും എൻ്റെ കൂടെ ചൊല്ലണം അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു കബൂലാക്കട്ടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ യാ അല്ലാഹ് രോഗം മാറാൻ വേണ്ടി എന്തൊക്കെ രോഗങ്ങളുണ്ടോ ക്യാൻസർ പോലത്തെ അതുപോലെ എന്തൊക്കെ രോഗങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ടോ അതൊക്കെ മാറണം അതുപോലെ തന്നെ മാറാവ്യാധി രോഗങ്ങൾ നമ്മുടെ ശരീരത്തിൽ വരാൻ പാടില്ല രോഗം കൊണ്ട് ഓരോരുത്തർ പ്രയാസപ്പെടുന്നത് നമ്മളൊക്കെ കണ്ണുകൊണ്ട് കാണുന്നുണ്ട് അല്ലേ പ്രയാസപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട് നമ്മൾ അറിയുന്നുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും വലിയ സലാമത്ത് നൽകട്ടെ ഈ മജ്ലിസിൽ നമ്മൾ ചൊല്ലുന്ന അസ്മാഉൽ ഹുസ്നന്റെ ബർക്കത്ത് എല്ലാവർക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാവരും നിയത്താക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം
യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ മലിക്കു യാ അല്ലാഹ്, യാ ഖുദ്ദൂസ് യാ അല്ലാഹ്, യാ സലാമു യാ അല്ലാഹ്, യാ മുഅ്മിനു യാ അല്ലാഹ്, യാ മുഹൈമിനു യാ അല്ലാഹ്, യാ അസീസു യാ അല്ലാഹ്, യാ ജബ്ബാറു യാ അല്ലാഹ്, യാ മുതകബ്ബിറു യാ അല്ലാഹ്, യാ ഖാലിഖു യാ അല്ലാഹ്, യാ ബാരിഉ യാ അല്ലാഹ്, യാ മുസവ്വിറു യാ അല്ലാഹ്, യാ ഗഫാറു യാ അല്ലാഹ്, യാ ഖഹാറു യാ അല്ലാഹ്, യാ വഹാബു യാ അല്ലാഹ്, യാ റസാഖു യാ അല്ലാഹ്, യാ ഫത്താഹു യാ അല്ലാഹ്, യാ അലീമു യാ അല്ലാഹ്, യാ ഖാബിദു യാ അല്ലാഹ്, യാ ബാസിതു യാ അല്ലാഹ്, യാ ഖാഫിദു യാ അല്ലാഹ്, യാ റാഫിഉ യാ അല്ലാഹ്, യാ മുഇസ്സു യാ അല്ലാഹ്, യാ മുദില്ലു യാ അല്ലാഹ്, യാ സമീഉ യാ അല്ലാഹ്, യാ ബസീറു യാ അല്ലാഹ്, യാ ഹകമു യാ അല്ലാഹ്, യാ അദിലു യാ അല്ലാഹ്, യാ ലത്തീഫു യാ അല്ലാഹ്, യാ ഖബീറു യാ അല്ലാഹ്, യാ ഹലീമു യാ അല്ലാഹ്, യാ അലീമു യാ അല്ലാഹ്, യാ ഗഫൂറു യാ അല്ലാഹ്, യാ ശക്കൂറു യാ അല്ലാഹ്, യാ അലിയു യാ അല്ലാഹ്, യാ കബീറു യാ അല്ലാഹ്, യാ ഹഫീദു യാ അല്ലാഹ്, യാ മുഖീതു യാ അല്ലാഹ്, يا الله يا رقيب يا الله يا مجيب يا الله يا واسع يا الله يا حكيم يا الله يا ودود يا الله يا مجيد يا الله يا باعث يا الله يا شهيد يا الله يا حق يا الله يا وكيل يا الله يا قوي يا الله يا متين يا الله يا ولي يا الله يا حميد يا الله يا محصي يا الله يا مبدئ يا الله يا معيد يا الله يا محيي يا الله يا مميت يا الله يا حي يا الله يا قيوم يا الله يا واجد يا الله يا ماجد يا الله يا واحد يا الله يا أحد يا الله يا صمد يا الله يا قادر يا الله يا مقتدر يا الله يا مقدم يا الله يا مؤخر يا الله يا أول يا الله يا آخر يا الله يا ظاهر يا الله يا باطن يا الله يا والي يا الله يا متعالي يا الله يا بر يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله يا مقسط يا الله يا جامع يا الله يا غني يا الله يا مغني يا الله يا مانع يا الله يا الله يا الله يا نافع يا الله يا نور يا الله يا هادي يا الله يا بديع يا الله يا باقي يا الله يا وارث يا الله يا رشيد يا الله يا صبور يا الله الذي لم يلد ولم يولد ولم يكن له كفوا أحد الحمد لله 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 ثم الحمد لله يا الله يا الله فرجنا من وباء يا الله يا الله فرحنا بالنوبة بأسمائك الحسنى انصرنا يا الله عجلنا بالفتح يا الله يا الله അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹുവേ പടച്ച റബ്ബേ, മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാ. മാറാവ്യാധി രോഗങ്ങൾ നൽകല്ലേ അല്ലാ. ജനങ്ങൾ വെറുക്കുന്ന രോഗങ്ങൾ നൽകല്ലേ അല്ലാ. അള്ളാഹുവേ, സാമ്പത്തികമായി തകർന്ന് തരിപ്പണമാകുന്ന നിലക്കുള്ള രോഗങ്ങളെ കൊണ്ട് ഞങ്ങൾ ഒരാളെയും പരീക്ഷിക്കല്ലേ അല്ലാ. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. മുത്തുമുഅ്മിനീങ്ങളെ, ഇനി നിങ്ങളെല്ലാവരും കൂടെ നല്ല അദബിലായി അച്ചടക്കത്തിലായി എൻ്റെ കൂടെ ചൊല്ലിക്കോ രണ്ടാമത്തെ അസ്മാഉൽ ഹുസ്ന.
അല്ലാഹുവേ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. ജീവിക്കാൻ ആവശ്യമായത് തരണേ അല്ലാ. ഖൈറായ ജോലി നൽകണേ അല്ലാ. ഉള്ള ജോലിയിൽ ഞങ്ങൾ ചെയ്യുന്ന ജോലികളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. എല്ലാവരും നിയ്യത്താക്കിക്കോ. ഭർത്താക്കന്മാര്, വാപ്പമാര്, അതുപോലെ തന്നെ കൂടപ്പറപ്പീങ്ങള്, അല്ലാഹുവേ അങ്ങനെ പലരും പല ജോലികളാണ് ചെയ്യുന്നത്. എല്ലാവരും നിയ്യത്താക്ക് ജോലിയിൽ ബറക്കത്തുണ്ടാകാൻ. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ യാ അല്ലാഹ് യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് യാ ഖുദ്ദൂസ് യാ അല്ലാഹ് യാ സലാമു യാ അല്ലാഹ് യാ മുഅ്മിനു യാ അല്ലാഹ് യാ മുഹൈമിനു യാ അല്ലാഹ് യാ അസീസു യാ അല്ലാഹ് യാ ജബ്ബാറു യാ അല്ലാഹ് യാ മുതകബ്ബിറു യാ അല്ലാഹ് യാ ഖാലിഖു യാ അല്ലാഹ് യാ ബാരിഉ യാ അല്ലാഹ് യാ മുസവ്വിറു യാ അല്ലാഹ് യാ ഗഫാറു യാ അല്ലാഹ് യാ ഖഹാറു യാ അല്ലാഹ് യാ വഹാബു യാ Allah ya Razzaq ya Allah ya Fattah ya Allah ya Alim ya Allah ya Qabil ya Allah ya Basit ya Allah ya Khafid ya Allah ya Rafi' ya Allah ya Mu'izz ya Allah ya Mudhill ya Allah ya Sami' ya Allah ya Basir ya Allah ya Hakam ya Allah ya Adil ya Allah ya Latif ya Allah ya Khabir ya Allah ya Halim ya Allah ya Alim ya Allah ya Ghafur ya Allah ya Shakur ya Allah ya Ali ya Allah ya Kabir ya Allah ya Hafiz ya Allah ya Muqit ya Allah ya Hasib ya Allah ya Jalil ya Allah ya Karim ya Allah ya Raqib ya Allah ya Mujib ya Allah ya Wasi' ya Allah ya Hakim ya Allah ya Wadud ya Allah ya Majid ya Allah ya Ba'ith ya Allah ya Shahid ya Allah ya Haqq ya Allah ya Wakil ya Allah ya Qawi ya Allah ya Matin ya Allah ya Wali ya Allah ya Hamid ya Allah ya Muhsi ya Allah ya Mubdi ya Allah ya Mu'id ya Allah ya Muhyi ya Allah ya Mumit ya Allah ya Hayy ya Allah ya Qayyum ya Allah ya Wajid ya Allah ya Majid ya Allah ya Wahid ya Allah ya Ahad ya Allah ya Samad ya Allah ya Qadir ya Allah ya Muqtadir ya Allah ya Muqaddim ya Allah ya Muakhir ya Allah ya Awwal ya Allah ya Akhir ya Allah ya Zahir ya Allah ya Batin ya Allah ya Wali ya Allah ya Muta'ali ya Allah ya Barru ya Allah ya Tawwab ya Allah ya Muntaqim ya Allah ya Afu ya Allah ya Rauf ya Allah ya Malikal Mulki ya Allah ya Dzal Jalali wal Ikram ya Allah ya Muqsit ya Allah ya Jami' ya Allah ya Ghani ya Allah ya Mughni ya Allah ya Mani' ya Allah ya Allah ya Allah ya Nafi' ya Allah ya Nur ya Allah ya Hadi ya Allah ya Badi' ya Allah ya Baqi ya Allah ya Warith ya Allah ya Rashid ya Allah ya Sabur ya Allah alladhi lam yalid ولم يولد ولم يكن له كفوا أحد الحمد لله 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 ثم الحمد لله يا الله يا الله فرجنا من وباء يا الله يا الله فرحنا بالنوبة بأسمائك الحسنى انصرنا يا الله عجلنا بالفتح يا الله يا الله അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ, അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ. ആമീൻ പറഞ്ഞോ. ഒരാളുടെ ആമീൻ അല്ലാഹു സ്വീകരിച്ചാൽ മതി. മുഅ്മിനീങ്ങളെ, ഈ ആമീൻ പറയുന്ന ഒരാളുടെ ആമീൻ അല്ലാഹു സ്വീകരിച്ചാൽ മതി. അല്ലാഹുവേ, നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ.
ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മജ്‌ലിസ് കാണുന്നവരുണ്ട്. അൽതാഫുമാൻ അടക്കം ഖത്തറിൽ നിന്ന് കാണുന്ന, അതുപോലെ പടച്ച റബ്ബേ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് മജ്‌ലിസ് കാണുന്നവരുണ്ട്. പടച്ച റബ്ബേ എല്ലാവർക്കും ഖൈർ നൽകണേ അല്ലാഹ്. എന്ത് പ്രതീക്ഷിച്ചിട്ടാണോ ഇവിടെ വരുന്നത്, എന്തൊക്കെ നല്ല ഉദ്ദേശങ്ങളുണ്ടോ അതൊക്കെ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. നല്ല ഉദ്ദേശങ്ങളൊക്കെ നിറവേറ്റണേ അല്ലാഹ്. അൽഹംദുലില്ലാ. അള്ളാഹു സാമ്പത്തികമായി ഭദ്രത നമുക്കും നമ്മുടെ മക്കൾക്കും പേരമക്കൾക്കും എല്ലാവർക്കും അള്ളാഹു നൽകട്ടെ. ഇനി നമുക്ക് ചൊല്ലാനുള്ളത് മൂന്നാമത്തെ അസ്മാഉൽ ഹുസ്നയാണ്. മൂന്നാമത്തെ അസ്മാഉൽ ഹുസ്ന എന്തിനു വേണ്ടിയിട്ടാണ് ചൊല്ലാറുള്ളത്? എന്തിനാ നമ്മൾ ചൊല്ലാറുള്ളത്? മൂന്നാമത്തെ അസ്മാഉൽ ഹുസ്ന എല്ലാവരും നിയ്യത്താക്കിക്കോ. നല്ല തഖ്വയോടുകൂടെ അദബോടുകൂടെ കുടുംബത്തിൽ ബർക്കത്തുണ്ടാകണം. എന്തൊക്കെ കുടുംബ പ്രശ്നങ്ങളാണ്, എന്തെല്ലാം കുടുംബ പ്രശ്നങ്ങളാണ്, എങ്ങനെ പറഞ്ഞാലും തീരാത്ത എന്തോരം പ്രശ്നങ്ങളാണ് ഓരോ കുടുംബത്തിൽ. അള്ളാഹു പള്ളിപ്പടിപ്പാപ്പാന്റെ ബർക്കത്ത് കൊണ്ട് എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും അള്ളാഹു നമുക്കൊക്കെ തീർത്തു തരട്ടെ. അള്ളാഹു നമുക്ക് തീർത്തു തരട്ടെ ഇൻഷാ അല്ലാഹ്. നിങ്ങളെല്ലാവരും കൂടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ യാ അല്ലാഹ് യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ് യാ മലിക്കു യാ അല്ലാഹ് യാ ഖുദ്ദൂസ് യാ അല്ലാഹ് യാ സലാമു യാ അല്ലാഹ് യാ മുഅ്മിനു യാ അല്ലാഹ് യാ മുഹൈമിനു യാ അല്ലാഹ് യാ അസീസു യാ അല്ലാഹ് യാ ജബ്ബാറു യാ അല്ലാഹ് യാ മുതകബ്ബിറു യാ അല്ലാഹ് യാ ഖാലിഖു യാ അല്ലാഹ് യാ ബാരിഉ യാ അല്ലാഹ് യാ മുസവ്വിറു യാ അല്ലാഹ് യാ ഗഫാറു യാ അല്ലാഹ് യാ ഖഹാറു യാ അല്ലാഹ് യാ വഹാബു യാ അല്ലാഹ് യാ رزاق يا الله يا فتاح يا الله يا عليم يا الله يا قابض يا الله يا باسط يا الله يا خافض يا الله يا رافع يا الله يا معز يا الله يا مذل يا الله يا سميع يا الله يا بصير يا الله يا حكم يا الله يا عدل يا الله يا لطيف يا الله يا خبير يا الله يا حليم يا الله يا عظيم يا الله يا غفور يا الله يا شكور يا الله يا علي يا الله يا كبير يا الله يا حفيظ يا الله يا مقيت يا الله يا حسيب يا الله يا جليل يا الله يا كريم يا الله يا رقيب يا الله يا مجيب يا الله يا واسع يا الله يا حكيم يا الله يا ودود يا الله يا مجيد يا الله يا باعث يا الله يا شهيد يا الله يا حق يا الله يا وكيل يا الله يا قوي يا الله يا متين يا الله يا ولي يا الله يا حميد يا الله يا محصي يا الله يا مبدئ يا الله يا معيد يا الله يا محيي يا الله يا مميت يا الله يا حي يا الله يا قيوم يا الله يا واجد يا الله يا ماجد يا الله يا واحد يا الله يا أحد يا الله يا صمد يا الله يا قادر يا الله يا مقتدر يا الله يا مقدم يا الله يا مؤخر يا الله يا أول يا الله يا آخر يا الله يا ظاهر يا الله يا باطن يا الله يا والي يا الله يا متعالي يا الله يا بر يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله يا مقسط يا الله يا جامع يا الله يا غني يا الله يا مغني يا الله يا مانع يا الله يا ضار يا الله يا نافع يا الله يا نور يا الله يا هادي يا الله يا بديع يا الله يا باقي يا الله يا وارث يا الله يا رشيد يا الله يا صبور يا الله
الذي لم يلد ولم يولد ولم يكن له كفوا أحد الحمد لله 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 ثم الحمد لله يا الله يا الله فرجنا من وباها يا الله يا الله فرجنا بالنوبة بأسمائك الحسنى وانصرنا يا الله عجلنا بالفتح يا الله يا الله الله അഞ്ചാമത്തെ ഗ്രൂപ്പിലുള്ള സ്വലാത്തിന്റെ എണ്ണം വന്നിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ള ഗ്രൂപ്പിൽ നിന്ന് സ്വലാത്തിന്റെ എണ്ണം വന്നിട്ടില്ല. അഡ്മിൻ ഗ്രൂപ്പിൽ ആ സ്വലാത്തിന്റെ എണ്ണം എന്ന് അറിയിച്ചാൽ അൽഹംദുലില്ലാ, അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു നമ്മളെ ഏറ്റെടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് നല്ല തഖ്വയോടുകൂടെ, നല്ല അദബോടുകൂടെ, നല്ല ഇഖ്ലാസോടുകൂടെ എല്ലാവരും ആമീൻ പറഞ്ഞ് പടച്ച റബ്ബേ ഞങ്ങളെ കുടുംബങ്ങളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ മാതാപിതാക്കളെ നല്ല നിലക്ക് നോക്കാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ കുടുംബം നല്ല നിലക്ക് കൊണ്ടു നടക്കാൻ, ഭാര്യയും മക്കളെയും സ്നേഹിക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ അല്ലാ. എത്ര കുടുംബങ്ങളിലാണ് വഞ്ചിക്കുന്നത്, ചതിക്കുന്നത്. അല്ലാഹുവേ ചതിയന്മാരോ വഞ്ചകന്മാരോ ഞങ്ങളെ കാക്കി കളയല്ലേ അല്ലാ. നല്ല മനുഷ്യരാക്കണേ അല്ലാ, നല്ല സ്വഭാവം നൽകണേ അല്ലാ, എല്ലാവരോടും സ്നേഹമുള്ളവരാക്കണേ അല്ലാ. ഇൻഷാ അല്ലാ ഇനി നാലാമത്തെ അസ്മാഉൽ ഹുസ്ന എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചൊല്ലാറുള്ളത്? ജോലികളിലൊക്കെ ഖൈറുണ്ടാകാൻ, ബർക്കത്തുണ്ടാകാൻ, ഉള്ള ജോലിയൊക്കെ നിലനിന്ന് കിട്ടണം. ജോലി ഇല്ലാത്തവർക്ക് ഖൈറായ ജോലി ഉണ്ടാകണം. അതിനുവേണ്ടി നിങ്ങളെല്ലാവരും നിയത്താക്കിക്കോളി. എല്ലാവരും ജോലി കിട്ടാം. അതിന് അള്ളാന്റെ നാമങ്ങൾ വിളിക്കുകയാണ്. സ്വലാത്തിന്റെ എണ്ണം നാളെ അറിയിക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻഷാ അല്ലാ ഇന്ന് ആരൊക്കെ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ടോ അതെല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ, എല്ലാം അള്ളാഹു കബൂലാക്കട്ടെ, എല്ലാം അള്ളാഹു ഏറ്റെടുക്കട്ടെ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. നിങ്ങളെല്ലാവരും കൂടെ നാലാമത്തെ അസ്മാഉൽ ഹുസ്ന ജോലിയിലൊക്കെ ബർക്കത്ത് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ യാ അല്ലാഹ് യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് യാ ഖുദ്ദൂസ് യാ അല്ലാഹ് യാ സലാമു യാ അല്ലാഹ് യാ മുഅ്മിനു യാ അല്ലാഹ് യാ മുഹൈമിനു യാ അല്ലാഹ് യാ അസീസു യാ അല്ലാഹ് യാ ജബ്ബാറു യാ അല്ലാഹ് യാ മുതകബ്ബിറു യാ അല്ലാഹ് യാ ഖാലിഖു യാ അല്ലാഹ് യാ ബാരിഉ യാ അല്ലാഹ് യാ മുസവ്വിറു യാ അല്ലാഹ് യാ ഗഫാറു യാ അല്ലാഹ് യാ ഖഹാറു യാ അല്ലാഹ് യാ വഹാബു യാ അല്ലാഹ് യാ റസാഖു യാ അല്ലാഹ് യാ ഫത്താഹു യാ അല്ലാഹ് യാ അലീമു യാ അല്ലാഹ് യാ ഖാബിദു യാ അല്ലാഹ് യാ ബാസിതു യാ അല്ലാഹ് യാ ഖാഫിദു യാ അല്ലാഹ് യാ റാഫിഉ യാ അല്ലാഹ് യാ മുഇസ്സു യാ അല്ലാഹ് യാ മുദില്ലു യാ അല്ലാഹ് യാ സമീഉ യാ അല്ലാഹ് യാ ബസീറു യാ അല്ലാഹ് യാ ഹകമു യാ അല്ലാഹ് യാ അദ്ലു യാ അല്ലാഹ് യാ ലത്തീഫു യാ അല്ലാഹ് യാ ഖബീറു യാ അല്ലാഹ് യാ ഹലീമു യാ അല്ലാഹ് യാ അലീമു യാ അല്ലാഹ് യാ ഗഫൂറു യാ അല്ലാഹ് യാ ശക്കൂറു യാ അല്ലാഹ് യാ അലിയു യാ അല്ലാഹ് യാ കബീറു യാ അല്ലാഹ് യാ ഹഫീദു യാ അല്ലാഹ് യാ മുഖീതു യാ അല്ലാഹ് യാ ഹസീബു യാ അല്ലാഹ് യാ ജലീലു യാ അല്ലാഹ് യാ കരീമു യാ അല്ലാഹ് യാ റഖീബു യാ അല്ലാഹ് യാ മുജീബു യാ അല്ലാഹ് യാ വാസിഉ യാ അല്ലാഹ്
യാ ഹക്കീമു യാ അല്ലാഹ്, യാ വദൂദു യാ അല്ലാഹ്, യാ മജീദു യാ അല്ലാഹ്, യാ ബാഇസ് യാ അല്ലാഹ്, യാ ഷഹീദു യാ അല്ലാഹ്, യാ ഹഖു യാ അല്ലാഹ്, യാ വകീലു യാ അല്ലാഹ്, യാ ഖവിയ്യു യാ അല്ലാഹ്, യാ മതീനു യാ അല്ലാഹ്, യാ വലിയു യാ അല്ലാഹ്, യാ ഹമീദു യാ അല്ലാഹ്, യാ മുഹ്സി യാ അല്ലാഹ്, യാ മുബ്ദിഉ യാ അല്ലാഹ്, യാ മുഈദു യാ അല്ലാഹ്, യാ മുഹീ യാ അല്ലാഹ്, യാ മുമീതു യാ അല്ലാഹ്, യാ ഹയ്യു യാ അല്ലാഹ്, യാ ഖയ്യൂമു യാ അല്ലാഹ്, യാ വാജിദു യാ അല്ലാഹ്, യാ മാജിദു യാ അല്ലാഹ്, യാ വാഹിദു യാ അല്ലാഹ്, യാ അഹദു യാ അല്ലാഹ്, യാ സമദു യാ അല്ലാഹ്, യാ ഖാദിറു യാ അല്ലാഹ്, യാ മുഖ്തദിറു യാ അല്ലാഹ്, യാ മുഖദ്ദിമു യാ അല്ലാഹ്, യാ മുഅഖിറു യാ അല്ലാഹ്, യാ അവ്വലു യാ അല്ലാഹ്, യാ ആഖിറു യാ അല്ലാഹ്, യാ ളാഹിറു യാ അല്ലാഹ്, യാ ബാത്തിനു യാ അല്ലാഹ്, യാ വാലി യാ അല്ലാഹ്, യാ മുതആലി യാ അല്ലാഹ്, യാ ബർറു യാ അല്ലാഹ്, യാ തവ്വാബു യാ അല്ലാഹ്, യാ മുൻതഖിമു യാ അല്ലാഹ്, യാ അഫുവു യാ അല്ലാഹ്, യാ റഊഫു യാ അല്ലാഹ്, യാ മാലിക്കൽ മുൽക്കി യാ അല്ലാഹ്, യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്, യാ മുഖ്സിതു യാ അല്ലാഹ്, യാ ജാമിഉ യാ അല്ലാഹ്, യാ ഗനിയു യാ അല്ലാഹ്, യാ മുഗ്നി യാ അല്ലാഹ്, യാ മാനിഉ യാ അല്ലാഹ്, യാ ളാറു യാ അല്ലാഹ്, യാ നാഫിഉ യാ അല്ലാഹ്, യാ നൂറു യാ അല്ലാഹ്, യാ ഹാദി യാ അല്ലാഹ്, യാ ബദീഉ യാ അല്ലാഹ്, യാ ബാഖി യാ അല്ലാഹ്, യാ വാരിസു യാ അല്ലാഹ്, യാ റശീദു യാ അല്ലാഹ്, യാ സബൂറു യാ അല്ലാഹ്, അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അൽഹംദുലില്ലാഹ് 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 സുമ്മ അൽഹംദുലില്ലാഹ് യാ അല്ലാഹു യാ അല്ലാഹു ഫർജ്നാ മിൻ വാബാ യാ അല്ലാഹു യാ അല്ലാഹു ഫർജ്നാ ബിന്നൂബാ ബി അസ്മാഇകൽ ഹുസ്നാ ഉൻസുർനാ യാ അല്ലാഹ് അജ്ജിൽനാ ബിൽ ഫത്ഹി യാ അല്ലാഹു യാ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ. പടച്ച റബ്ബേ, നീ ഞങ്ങളെ ഏറ്റെടുക്കണേ അല്ലാ, ഞങ്ങളെ ദുആക്ക് ഉത്തരം നൽകണേ അല്ലാ. മുഅ്മിനീങ്ങളെ, ഇനി എല്ലാവരും നല്ല തഖ്വയില് അഞ്ചാമത്തെ അസ്മാഉൽ ഹുസ്ന ചൊല്ലണം. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്യുന്ന ജോലികളിൽ ബർക്കത്ത് നൽകണേ അല്ലാ. പുതുതായിട്ട് സംരംഭങ്ങൾ തുടങ്ങിയവരുണ്ട്, വിദേശത്ത് പോയവരുണ്ട്, പഠനം കഴിഞ്ഞ് ജോലിയിൽ കയറിയവരുണ്ട്. അല്ലാഹുവേ, നിത്യേന കഠിനാധ്വാനം ചെയ്ത് കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവരുണ്ട്. എല്ലാവർക്കും ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാ. ചെയ്യുന്ന ജോലികളിലൊക്കെ വലിയ ബർക്കത്ത് നൽകണേ അല്ലാ, വലിയ ബർക്കത്ത് നൽകണേ അല്ലാ, വലിയ സന്തോഷം നൽകണേ അല്ലാ, സമാധാനം നൽകണേ അല്ലാ. അല്ലാഹുവേ, വിദേശത്ത് ജോലി ചെയ്യുന്ന പലരും കഫീലന്മാരുടെ ബുദ്ധിമുട്ടുകളെ കൊണ്ട് വളരെയേറെ പ്രയാസപ്പെടുന്നവരുണ്ട്. അവർക്കൊക്കെ അല്ലാഹുവേ നല്ല ബുദ്ധി കൊടുക്കണേ അല്ലാ, നല്ല ബുദ്ധി കൊടുക്കണേ അല്ലാ, സ്നേഹത്തിൽ പെരുമാറാനുള്ള മനസ്സ് കൊടുക്കണേ അല്ലാ. മുഅ്മിനീങ്ങളെ, ഇനി എല്ലാവരും കൂടെ നല്ല അദബില്, അച്ചടക്കത്തില്, ഇഖ്ലാസില്, തഖ്വയില് എന്റെ കൂടെ ചൊല്ലിക്കോ. എല്ലാവരും എൻ്റെ കൂടെ ചൊല്ലിക്കോ. അഞ്ചാമത്തെ അസ്മാഉൽ ഹുസ്ന. ആ വലത് കൈ ഹൃദയത്തിനോട് ചേർത്ത് പിടിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ യാ അല്ലാഹ് യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ മലിക്കു യാ അല്ലാഹ്, യാ ഖുദ്ദൂസ് യാ അല്ലാഹ്, യാ സലാമു യാ അല്ലാഹ്, യാ മുഅ്മിനു യാ അല്ലാഹ്, യാ മുഹൈമിനു യാ അല്ലാഹ്, യാ അസീസു യാ അല്ലാഹ്, യാ ജബ്ബാറു യാ അല്ലാഹ്, യാ മുതകബ്ബിറു യാ അല്ലാഹ്, യാ ഖാലിഖു യാ അല്ലാഹ്, യാ ബാരിഉ യാ അല്ലാഹ്, യാ മുസവ്വിറു യാ അല്ലാഹ്, യാ ഗഫാറു യാ അല്ലാഹ്, യാ ഖഹാറു യാ അല്ലാഹ്, യാ വഹാബു
വഹാബ് യാ അല്ലാഹ്, യാ റസാഖ് യാ അല്ലാഹ്, യാ ഫത്താഹ് യാ അല്ലാഹ്, യാ അലീം യാ അല്ലാഹ്, യാ ഖാബിൽ യാ അല്ലാഹ്, യാ ബാസിത് യാ അല്ലാഹ്, യാ ഖാഫിദ് യാ അല്ലാഹ്, യാ റാഫിഉ യാ അല്ലാഹ്, യാ മുഇസ്സു യാ അല്ലാഹ്, യാ മുദില്ലു യാ അല്ലാഹ്, യാ സമീഉ യാ അല്ലാഹ്, യാ ബസീറു യാ അല്ലാഹ്, യാ ഹക്കമു യാ അല്ലാഹ്, യാ അദ്ലു യാ അല്ലാഹ്, യാ ലത്തീഫു യാ അല്ലാഹ്, യാ ഖബീറു യാ അല്ലാഹ്, യാ ഹലീമു യാ അല്ലാഹ്, യാ അലീമു യാ അല്ലാഹ്, യാ ഗഫൂറു യാ അല്ലാഹ്, യാ ശക്കൂറു യാ അല്ലാഹ്, യാ അലിയു യാ അല്ലാഹ്, യാ കബീറു യാ അല്ലാഹ്, യാ ഹഫീദു യാ അല്ലാഹ്, യാ മുഖീതു യാ അല്ലാഹ്, യാ ഹസീബു യാ അല്ലാഹ്, യാ ജലീലു യാ അല്ലാഹ്, യാ കരീമു യാ അല്ലാഹ്, യാ റഖീബു യാ അല്ലാഹ്, യാ മുജീബു യാ അല്ലാഹ്, യാ വാസിഉ യാ അല്ലാഹ്, യാ ഹകീമു യാ അല്ലാഹ്, യാ വദൂദു യാ അല്ലാഹ്, യാ മജീദു യാ അല്ലാഹ്, യാ ബാഇസു യാ അല്ലാഹ്, യാ ഷഹീദു യാ അല്ലാഹ്, യാ ഹഖു യാ അല്ലാഹ്, യാ വകീലു യാ അല്ലാഹ്, യാ ഖവിയ്യു യാ അല്ലാഹ്, യാ മതീനു യാ അല്ലാഹ്, യാ വലിയ്യു യാ അല്ലാഹ്, യാ ഹമീദു യാ അല്ലാഹ്, യാ മുഹ്സി യാ അല്ലാഹ്, യാ മുബ്ദിഉ യാ അല്ലാഹ്, യാ മുഈദു യാ അല്ലാഹ്, യാ മുഹീ യാ അല്ലാഹ്, യാ മുമീതു യാ അല്ലാഹ്, യാ ഹയ്യു യാ അല്ലാഹ്, യാ ഖയ്യൂമു യാ അല്ലാഹ്, യാ വാജിദു യാ അല്ലാഹ്, യാ മാജിദു യാ അല്ലാഹ്, يا واحد يا الله يا أحد يا الله يا صمد يا الله يا قادر يا الله يا مقتدر يا الله يا مقدم يا الله يا مؤخر يا الله يا أول يا الله يا آخر يا الله يا ظاهر يا الله يا باطن يا الله يا والي يا الله يا متعالي يا الله يا بر يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله يا مقسط يا الله يا جامع يا الله يا غني يا الله يا مغني يا الله يا مانع يا الله يا الله يا الله يا نافع يا الله يا نور يا الله يا هادي يا الله يا بديع يا الله يا باقي يا الله يا وارث يا الله يا رشيد يا الله يا صبور يا الله الذي لم يلد ولم يولد ولم يكن له كفوا أحد الحمد لله 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 ثم الحمد لله يا الله يا الله فرجنا من وبا يا الله يا الله فرحنا بالنوبة بأسمائك الحسنى انصرنا يا الله عجلنا بالفتح يا الله يا الله സ്വീകരിക്കണേ അല്ലാഹ് കബൂലാക്കണേ അല്ലാഹ് ഏറ്റെടുക്കണേ അല്ലാഹ് ഞങ്ങളുടെ ദുആക്ക് ഇജാബത്ത് നൽകണേ അല്ലാഹ് മുത്തുമുഅ്മിനീങ്ങളെ ഈമാനുള്ള വിശ്വാസികളെ വൽതൻദുറു നഫ്സും മാ ഖദ്ദമത് ലിഗദ് ഖുർആനിന്റെ പ്രഖ്യാപനമാണ് നാളേക്ക് വേണ്ടി എന്താണ് നിങ്ങൾ തയ്യാർ ചെയ്തു വെച്ചിട്ടുള്ളത് ആ ഒരു പ്രഖ്യാപനം എന്നെയും നിങ്ങളെയും ചിന്തിപ്പിക്കണം എന്നെയും നിങ്ങളെയും ചിന്തിപ്പിക്കണം എന്തുണ്ട് നാളെ ഖബറിലേക്ക് കൊണ്ടുപോകാൻ മലായിക്കത്ത് ചോദിക്കുമ്പോ ധൈര്യത്തോടുകൂടെ മറുപടി പറയാൻ എന്ത് അമലുകൾ കൊണ്ടാണ് നമ്മൾ പോകുന്നത് ഇനി അമലുകൾ ചെയ്യുന്നത് തന്നെ ഏതു കോലത്തിലാ നിസ്കാരത്തിന്റെ അവസ്ഥ എന്താണ് നമ്മുടെ നോമ്പിന്റെ അവസ്ഥ എന്താണ് ഒരു 10 രൂപ പള്ളിയുടെ പാട്ടയിൽ ഇടുകയാണെങ്കിൽ നമ്മുടെ നിയ്യത്ത് എന്താണ് ഞാൻ ഇടാണ്ടിരുന്ന മോശാവോ എന്ന നിയ്യത്താണോ മോനെ നിയ്യത്ത് നന്നാവലല്ലാതെ രക്ഷപ്പെടാൻ വേറൊരു വഴിയില്ലട്ടോ
വേറൊരു വഴിയില്ല കേട്ടോ. ഇതുപോലെയുള്ള വെള്ളിയാഴ്ച രാവുകളെ പരിഗണിച്ചോ, വെള്ളിയാഴ്ച രാവുകളെ പരിഗണിച്ചോ. പടച്ച റബ്ബേ, ഞങ്ങൾക്ക് ഇഖ്ലാസ് നൽകണേ അല്ലാ, ഈമാൻ നൽകണേ അല്ലാ. അല്ലാഹുവേ, നീ ഞങ്ങളെ സദസ്സിന് ഇജാബത്ത് നൽകണേ അല്ലാ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, സുമ്മ അൽഹംദുലില്ലാഹ്. ഇനി നിങ്ങളെല്ലാവരും കൂടെ നല്ല അദബോടുകൂടെ അച്ചടക്കത്തോടുകൂടെ ഒരു 3 നാരിയത്ത് സ്വലാത്ത് ചൊല്ലണം. ഇന്ന് വെള്ളിയാഴ്ച രാവാണ്. ഇന്ന് ചൊല്ലുന്ന സ്വലാത്ത് നേരിട്ട് ഹബീബിലേക്ക് എത്തും. എല്ലാ വെള്ളിയാഴ്ച രാവും ഇങ്ങനെ വയത് പറഞ്ഞിട്ടൊന്നും കാര്യമല്ല അല്ലേ, നമ്മൾ ചൊല്ലാൻ തയ്യാറാകണം. കുറേ ഇങ്ങനെ കേൾക്കുമ്പോൾ ചിലപ്പോൾ കുറേ ആയില്ലേ ആ കുട്ടി ഇങ്ങനെ പറയുന്നു, ഇന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു 313 സ്വലാത്ത് ചൊല്ലാം, അല്ലെങ്കിൽ ഇന്നൊരു 1000 സ്വലാത്ത് 100 ചൊല്ലിയിട്ട് കിടക്കാം എന്ന് ഒരാൾക്ക് തോന്നിയാൽ ഞാൻ ജനിച്ചത് തന്നെ വലിയ കിട്ടലായിപ്പോയി. ഒരാൾക്ക് എന്ന് തോന്നാണ്. ഞാൻ പറയാണ്, ഇന്ന് ഒരു 313 സ്വലാത്ത് ചൊല്ലിയിട്ട് കടക്കാൻ ഇന്ന് ഞാൻ ചോദിക്കാണ്. നിങ്ങൾ ആരും ഞാൻ ബുദ്ധിമുട്ടാക്കുന്നില്ല, ആരും പ്രയാസപ്പെടുത്തുന്നൊന്നുമില്ല. ഞാൻ ചോദിക്കാണ്, ഇന്ന് ഒരു 313 സ്വലാത്ത് മദീനയിലേക്ക് ചൊല്ലാൻ അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലിഹി. ഏതാ സ്വലാത്ത്? അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലിഹി എന്ന് പറയുന്ന സ്വലാത്ത് ഇന്ന് ഒരു 313 തവണ കിടക്കുന്നതിന് മുമ്പ് ചൊല്ലാൻ തയ്യാറായ ആളുകൾ ഒരു ദിവസം 1000 സ്വലാത്ത് ചൊല്ലാറുണ്ട് എന്ന് ഇതാ കമന്റിൽ വന്നിട്ടുണ്ട്. ഒരു ദിവസം 1000 സ്വലാത്ത് ചൊല്ലാറുണ്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. സ്വലാത്ത് ചൊല്ലിയാ കിട്ടുന്ന പവിത്രത എന്താണ്? നിങ്ങൾ സ്വലാത്ത് ചൊല്ലി നോക്ക്. ദുനിയാവിൽ എന്തെങ്കിലും ഒരു കാര്യം നടക്കാൻ വേണ്ടിയിട്ട് ചൊല്ലുന്നതല്ല. എങ്ങനെ ചൊല്ലിയാലും കൂലി കിട്ടും, അത് വേറെ കാര്യം. നിങ്ങൾ ചൊല്ലേണ്ടത് എങ്ങനെയാണ്? ഹബീബിനെ സ്നേഹിച്ചുകൊണ്ട് സ്വലാത്ത് മദീനയിലേക്ക് അങ്ങ് കൊടുത്താൽ നമ്മുടെ നാവിന് വലിയ അസറുണ്ടാകും. ഒരാളുടെ അടുക്കലും പോയി ദ്വാരക്കാൻ ഏൽപ്പിക്കണ്ട. പിന്നെ നിങ്ങൾക്ക് തന്നെ ഇരുന്ന് ദ്വാരക്കുക, കാര്യങ്ങൾ അള്ളാഹു സാധിപ്പിച്ചു തരും. വെറും ദുനിയാവ് ചോദിക്കാൻ വേണ്ടിയിട്ടാവരുത് സ്വലാത്ത് ചൊല്ലുന്നത്. വെറും ദുനിയാവിനെ സൂക്ഷിക്കണം നീ നഞ്ചാ, പരലോക രക്ഷക്കുള്ളതായാൽ മൊഞ്ചാ. ദുനിയാവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഉഖ്റാനെ വെറുപ്പിച്ചാലവൻ കുഴി തോണ്ടി. ദുനിയാവ് എന്നുള്ള ചിന്ത അങ്ങോട്ട് മാറ്റിവെക്ക്, എന്നിട്ട് ചൊല്ല് സ്വലാത്ത്. ആർക്കും ചൊല്ല സ്വലാത്ത്. ഉമ്മമാര് മാത്രമൊന്നുമല്ല, ഉപ്പമാർക്കും ചൊല്ല. അവനവൻ ചൊല്ലിയ അവനവന് രക്ഷപ്പെടാൻ പറ്റും. ഇത് ഞാൻ എന്നുള്ള ആ ഭാവമുണ്ടല്ലോ, ഞാനെന്ന ഭാവത്താൽ കൽബിൽ കേറി ഇബ്ലീസ്, ഞാനാമതില്ലാതെ കാട്ടിപ്പോയി പല നാമൂസ്. ഞാനെന്ന ഭാവത്താൽ കൽബിൽ കേറി ഇബ്ലീസ്, ഞാനാമതില്ലാതെ കാട്ടിപ്പോയി പല നാമൂസ്. ഓരോരോ കാലടി ഖബറിലേക്കാണെന്നോർക്കാതെ ഓടിത്തളർന്നു ഞാൻ തെറ്റിൻ പാതയിൽ വല്ലാതെ. അല്ലാ നീയല്ലാതെ ആരുമില്ലോരോ കാവല്, അലിവിൻ്റെ നീരിനായി തേടുമീ വേഴാമ്പല്. ഓരോരോ കാലടി ഖബറിലേക്കാണെന്നോർക്കാതെ ഓടിത്തളർന്നു ഞാൻ തെറ്റിൻ പാതയിൽ വല്ലാതെ. ഞാനെന്നുള്ള ആ അഹങ്കാരം, ആ അഹംഭാവം നമ്മളെ നരകത്തിൽ കൊണ്ടെത്തിക്കും. അത് നമ്മളെ വലിയ വിപത്തിൽ കൊണ്ടു ചെന്ന് ചാടിക്കും. അതുകൊണ്ട് ആ അഹങ്കാരം അങ്ങോട്ട് മാറ്റിവെച്ചിട്ട് മദീനയിലെ നേതാവിനെ പിടിച്ചോ. വെള്ളിയാഴ്ച രാവുകളെ നിസാരമായി കാണണ്ട. നമ്മൾ മറ്റുള്ള ദിവസം ചൊല്ലിയാല്, സലാത്ത് ചൊല്ലിയാൽ അത് മലായിക്കത്തിലേക്കെത്തും, മലായിക്കത്ത് റസൂലുള്ളാഹിയിലേക്ക് എത്തിക്കും. എന്നാലോ വെള്ളിയാഴ്ച രാവോ അതിന്റെ പകലോ
ആരെങ്കിലും ഒരാൾ സ്വലാത്ത് ചൊല്ലിയാൽ ആ സ്വലാത്ത് ഹബീബായ തങ്ങളിലേക്ക് നേരിട്ട് എന്നും എത്തുന്നതാണ്. വെള്ളിയാഴ്ച രാവോ അതിന്റെ പകലോ ഒരാളുടെ നാവിൻ തുമ്പത്ത് സ്വലാത്ത് വന്നാൽ ആ സ്വലാത്ത് മലായികത്തിന്റെ ആവശ്യമില്ല, നേരിട്ട് ഹബീബായ തങ്ങളിലേക്ക് എത്തുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആരോ സ്വലാത്തെന്നോതി എന്നാൽ പിന്നെ പകരം ഇലാഹിൽ നിന്ന് 10 പൊന്നേ. മൻ സല്ല അലയ്യ സ്വലാത്തൻ സല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റൻ. ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 10 പ്രതിഫലമാണ് കിട്ടുന്നത്. നമുക്കിങ്ങനെ പറയുമ്പോൾ നിസാരമായി തോന്നും, നമുക്ക് അത്ഭുതം തോന്നുന്നില്ല. കാരണം എന്താ? ഇതിന്റെ പ്രതിഫലം നമ്മൾ അനുഭവിച്ചിട്ടില്ല. കൂലി ഉണ്ട് എന്ന് കേൾക്കുന്നതല്ലാതെ ഈ കൂലി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടില്ല. ആ അനുഭവം ജീവിതത്തിൽ കിട്ടണമെങ്കിൽ മോനെ, നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മുടെ ശരീരത്തിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഡ്രൈവറാകുന്ന ആത്മാവങ്ങ് ഇറങ്ങിപ്പോകണം കേട്ടോ. ആ ഡ്രൈവറാകുന്ന ആത്മാവ് നമ്മുടെ ശരീരത്തിൽ നിന്ന്, എന്റെ ശരീരത്തിൽ നിന്ന്, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് അങ്ങ് ഇറങ്ങിയാൽ മദീനയിലെ നേതാവിനെ പരിഗണിച്ചതിനുള്ള ഉപകാരങ്ങൾ ജീവിതത്തിൽ കാണാൻ കഴിയും. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ, നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. ഞാൻ ചോദിക്കുകയാണ്, ഇന്ന് രാത്രി കടക്കുന്നതിന് മുമ്പ് ഒരു 313 സ്വലാത്ത് ചൊല്ലാൻ തയ്യാറായ നൂറുൽ ഹുദാ കുടുംബങ്ങളുണ്ടോ? നൂറുൽ ഹുദാ കുടുംബങ്ങളുണ്ടോ? നിങ്ങളൊന്ന് കമന്റിൽ അറിയിക്കും. ഇനി കമന്റ് എഴുതാൻ അറിയാത്ത ആളുകളൊക്കെ മനസ്സിൽ കരുതിക്കോളി. 313 സ്വലാത്ത്. എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടണം, ദുനിയാവും ആഖിറൊക്കെ കിട്ടണം. ദുനിയാവിന്റെ കാര്യം മാത്രമാവണ്ടെന്നാ ഞാൻ പറഞ്ഞു. റബ്ബനാ, ഞങ്ങളെ റബ്ബേ, ആതിനാ, ഞങ്ങൾക്ക് നീ നൽകണം, ഫിദ്ദുന്യാ ഹസന, ഈ ദുനിയാവിലെ നന്മകൾ, വഫിൽ ആഖിറത്തി ഹസന, ആഖിറത്തിലെ ഹസനത്ത് ഞങ്ങൾക്ക് വേണം. ഇത് രണ്ടും ചോദിക്കാന്ന് ഖുർആന് തന്നെ തെളിവാ. ഇനി വേറെന്താ വേണ്ട? വെറുതെ അങ്ങോട്ട് ഓക്കെ ഇട്ടാ പോരാട്ടോ, ഇതൊക്കെ ചൊല്ലണം. ഞാൻ കൂലി നോക്കും, ഞാൻ അങ്ങനെ നോക്കും. ഓക്കെ കുറെ ഓക്കെകൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇട്ട ആളുകൾ തന്നെ ഇടരുത് കേട്ടോ. ഒരു തവണ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഓല് ഇടരുത്. എന്തിനാന്നറിയോ? വെള്ളിയാഴ്ച രാവ് നിങ്ങൾ സ്വലാത്ത് ചൊല്ലിയാൽ അതിന്റെ കൂലി എനിക്കും കൂടെ അല്ലേ? നിങ്ങളെ ഞാൻ ചൊല്ലിപ്പിച്ച അതിന്റെ കൂലി എനിക്ക് കിട്ടൂലേ? നിങ്ങൾ ചൊല്ലിയ അതിന്റെ കൂലി എനിക്ക് കിട്ടൂലേ? അതുകൊണ്ടാണ് അൽഹംദുലില്ലാ വലിയ സന്തോഷമാണ് ഇങ്ങനെ കാണുമ്പോ. നമ്മളെ നിസ്കാരം കൊണ്ടോ നോമ്പ് കൊണ്ടോ നമ്മളെ സ്വതക്ക കൊണ്ടോ അല്ലെങ്കിൽ വേറെന്തേലും പ്രവർത്തനം കൊണ്ട് ഞാൻ സ്വർഗത്തിൽ പോകുന്നു ആർക്കും പറയാൻ കഴിയൂല, ആർക്കും കഴിയൂല. ആകെ ധൈര്യമായിട്ട് പറയാം, ഞാൻ ചൊല്ലിയ സ്വലാത്ത് തന്നെ സ്വർഗത്തിലെത്തിക്കും. ധാരാളം സ്വലാത്ത് ചൊല്ലിയ ഒരു മനുഷ്യൻ, ധാരാളം സ്വലാത്ത് ചൊല്ലിയ മനുഷ്യൻ, അവന്റെ ജീവിതത്തിൽ വേറെ ഒന്നുമില്ല, ഒക്കെ തെറ്റാണ് ചെയ്തിട്ടില്ല. എന്നാൽ സ്വലാത്ത് ചൊല്ലിയ ആളാണ്. നാളെ മഹ്ശറിൽ റസൂലുള്ളാഹ് പരിഗണിക്കാതിരിക്കൂലട്ടോ എന്നും പറഞ്ഞ് സ്വലാത്ത് ചൊല്ലിയിട്ട് കള്ളു കുടിച്ച് വ്യഭിചരിച്ച് നടക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞതിന്റെ പൊരുള് മനസ്സിലാക്കണം, നന്നാകാൻ വേണ്ടി ശ്രമിക്കുക. സ്വലാത്ത് ചൊല്ലി നോക്ക്, നിങ്ങള് സ്വലാത്ത് ചൊല്ലി നോക്ക്. തെറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഒക്കെ ഇന്ന് മാറി നിൽക്കും, ഒരു സ്വമേധയാ മാറി നിൽക്കും. ഒരു ദിവസം ഒരു 100 സ്വലാത്ത് ചൊല്ലാന്ന് ഒരാൾ തീരുമാനിച്ചു നോക്കി, അവന്റെ ജീവിതത്തിൽ എന്തൊക്കെ തെറ്റുകളുണ്ട്. ആദ്യം ഒന്ന് എന്നെ കുറിച്ച് ഞാനൊന്ന് വിലയിരുത്തുക. എൻ്റെ ജീവിതത്തിൽ ഇന്ന നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്, ഇന്ന തെറ്റുകൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്നുണ്ട്. ഞാനിതാ നീർച്ചയാക്കുന്നു, നീർച്ചയാക്കിയാൽ നിർബന്ധമാവട്ടോ, നീർച്ചയാക്കുന്നു. എന്ത്? 10 ദിവസം 100 സ്വലാത്ത് വെച്ച് ചൊല്ലാം. 10 ദിവസം ഓരോ ദിവസവും 100 സ്വലാത്ത് വെച്ച് ചൊല്ലാം. നിങ്ങൾ ആ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ തെറ്റ്, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ബോധ്യമായ ആ തെറ്റിൽ നിന്ന് നിങ്ങൾ പുറത്തു പോയിട്ടില്ലെങ്കിൽ നിങ്ങൾ വിളിക്കും. 99 61 83 31 16. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായോ? 100 സ്വലാത്ത് 10 ദിവസം നിത്യേന നിങ്ങൾ ചൊല്ലിയിട്ട് നിങ്ങൾ തെറ്റിൽ നിന്ന് മാറി നിന്നിട്ടില്ല എങ്കിൽ, ഞാൻ 100 സ്വലാത്ത് ഇപ്പോഴും ചൊല്ലുന്നുണ്ടല്ലോ ഉസ്താദേ, പൊന്നാര തങ്ങൾ പാപ്പങ്ങൾ എന്തിനാ അങ്ങനെ ഈ നുണ പറഞ്ഞത്? അങ്ങനെ നിങ്ങൾ പറഞ്ഞു അങ്ങോട്ട് വിളിക്ക്. ഞാൻ പറഞ്ഞു കേട്ടില്ലേ? 10 ദിവസം ഓരോ ദിവസവും 100 സ്വലാത്ത് ചൊല്ലിയാൽ നിങ്ങൾ ചെയ്യുന്ന തെറ്റിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കും. ലാ ശക്ക ഫീഹി, അതിലൊരു സംശയമല്ല, ഒരു തർക്കമല്ല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. സ്വലാത്ത് ചൊല്ലുന്ന ഒരു മനുഷ്യൻ എത്ര കറുത്തിട്ടായാലും എത്ര കറുത്തിട്ടായാലും അവന്റെ മുഖത്ത് ആ കറുപ്പിനൊരു ഭംഗിയുണ്ടാവും. സ്വലാത്ത് ചൊല്ലുന്ന മനുഷ്യന്മാരെ ഒരു പ്രത്യേകതയാണത്. അതെങ്ങനെ? അതൊരു ഈമാന്റെ ഒരു വെളിച്ചാണ്. ഒരു പ്രത്യേക തരം ഒരു മുഖം അയാൾക്കുണ്ടാവും. എത്ര കറുത്താലും അയാളുടെ മുഖം ഒരു വേറെ മുഖമായിരിക്കും. സ്വലാത്ത് ചൊല്ലാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. മക്കത്തു ദിത്താറസൂലേ പൂന്തിങ്കൾ നബിയേ ഹബീബേ ചൊല്ലു സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വന്യരാം അബ്ദുല്ലാ പുത്രൻ മഹദിയാം ആമീന മോനെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങളിൽ വന്ന റസൂലേ പുണ്യപ്പൂമണം ഹബീബേ തങ്ങളെ ശഫാഅത്തല്ലാതെ ഞങ്ങളിലില്ല ഒന്നുമേ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കുങ്ങള്, മൂസാ നബിനോട് പോലും അല്ലാഹ് പറഞ്ഞത് കണ്ണിന് കാഴ്ചയേക്കാൾ, കേൾവിക്ക് കാതിന് കേൾവിയേക്കാൾ, ശരീരത്തിന് ആത്മാവിനേക്കാൾ ബന്ധം മൂസാ നബിയെ നിങ്ങൾക്ക് എന്നോടുണ്ടാകണമെന്ന് ആഗ്രഹമുണ്ടോ? അല്ലാഹ് പറയാണ് മൂസാ നബിനോട്. മൂസാ നബിക്ക് ഇറങ്ങുന്ന വഹിയാണ് മുഅ്മിനീങ്ങളെ ഞാൻ ഈ പറയുന്നത്. മൂസാ നബിക്ക് ഇറങ്ങിയ വഹിയാണ്. കണ്ണിന് കാഴ്ചയോടൊരു ബന്ധമുണ്ട് അല്ലേ? അഗാധമായൊരു ബന്ധാണത്. കണ്ണ് കാഴ്ച എന്നൊക്കെ പറയുമ്പോ അല്ലേ, കണ്ണുകൊണ്ട് ഉണ്ടാകുന്ന ഒരു സാധനമാണ് കാഴ്ച. ചെവി കൊണ്ടുണ്ടാകുന്ന ഒരു സംഗതിയാണ് കേൾവി അല്ലേ? അതുപോലെ നമ്മുടെ ശരീരത്തിന്റെ ചിലതൊക്കെ ആത്മാവ് കൊണ്ടാണ്. അങ്ങനെയാണ് നമ്മുടെ വിശ്വാസം. ഇതിനൊരു ബന്ധമുണ്ട്. ഇതൊക്കെ തമ്മിലൊരു ബന്ധം. ശരീരവും ആത്മാവും, കണ്ണും കാഴ്ചയും, ചെവിയും കേൾവി, ഇതൊക്കെ തമ്മിലൊരു ബന്ധമുണ്ട്. ഇതിനേക്കാൾ നിങ്ങൾക്ക് എന്നോട് അടുക്കണമെന്ന് ആഗ്രഹമുണ്ടോ? അക്സിറു സ്വലാത്ത അലൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ. മുത്ത് റസൂലുള്ളാഹിന്റെ മേലിൽ സ്വലാത്ത് വർദ്ധിപ്പിച്ചോളാൻ മൂസാ നബിയോട് അല്ലാഹ് പറയുമ്പോ എന്തിനാ നമ്മൾ മാറി നിൽക്കുന്നത്? നമ്മൾ തെറ്റ് ചെയ്ത് ഇങ്ങനത്തെ ഉപദേശം കേൾക്കുമ്പോൾ നമുക്കത് യേശുന്നില്ല. അങ്ങനത്തെ ഒരു പ്രശ്നം വരാനുണ്ട്. നമുക്കൊക്കെ വരുന്നൊരു പ്രശ്നമാണ്. എന്ത്? ഇങ്ങനത്തെ ഉപദേശം വരുമ്പോ എന്നിട്ട് ഇങ്ങനത്തെ ഒരു മനോഭാവത്തോടുകൂടെ ഇങ്ങനെ പറയുമ്പോ നമ്മൾ കേൾക്കാൻ പാടില്ല. എങ്ങനെ കേൾക്കണം? നല്ല നിയ്യത്തും വെച്ച്, നല്ല അദബോടുകൂടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹ് സ്വലാത്ത് ചൊല്ലുന്ന മക്കളെ ഞങ്ങൾക്ക് നൽകണേ. അല്ലാഹ് സ്വലാത്ത് ചൊല്ലുന്ന ഭാര്യ നൽകണേ. അല്ലാഹ് സ്വലാത്ത് ചൊല്ലുന്ന കുടുംബമാക്കണേ. അല്ലാഹ് ഈ നൂറുൽ ഹുദാ മജ്ലിസിൽ ധാരാളം ഉമ്മമാര് ലക്ഷക്കണക്കിന് സ്വലാത്ത് മദീനയിലേക്ക് ചൊല്ലുന്നുണ്ട് റബ്ബേ. അതെല്ലാം സ്വീകരിക്കണേ അല്ലാഹ്. ധാരാളം സ്വലാത്ത് മദീനയിലേക്ക് ചൊല്ലാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹു നമ്മളെ മക്കളെയൊക്കെ നന്നാക്കി തരട്ടെ. നമ്മളെ അമ്പാഴക്കോടുള്ള നമ്മളെ ഉസ്താദ്, പ്രിയപ്പെട്ട സക്കാഫി ഉസ്താദിന്റെ മോന് മർക്കസിലേക്ക് സ്കൂളിൽ എന്തോ ഒരു സെലക്ഷൻ എന്തോ കിട്ടാനുണ്ട്. നാളെയാണെന്ന് തോന്നുന്നു. പ്രത്യേകം വിളിച്ചു ദുആ കൊണ്ട് അറിയിച്ചിട്ടുണ്ട്. അള്ളാഹു ആ പൊന്നുമോനെ നന്നാക്കട്ടെ. ഹാഫിളാണ്, ഹാഫിള് മോനാണ്. ആ മോന് ഹാഫിളായി ഇറങ്ങിയപ്പോൾ ആ വീട്ടുകാർ വലിയ പരിപാടി വെച്ചു. എന്നിട്ട് എന്നെ അതിലേക്ക് ദുആർക്കാൻ വിളിച്ചു.
അൽഹംദുലില്ലാ പൊന്നുമോൻ അള്ളാഹു നല്ലൊരു ഹാഫിളാക്കി കൊടുക്കട്ടെ. ആ കുടുംബത്തിന് ഉപകരിക്കുന്ന, മാതാപിതാക്കൾക്കൊക്കെ കൺകുളിർമയോടുകൂടെ കാണാനുള്ള ഒരു മോനാക്കി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ സ്ഥാപനത്തിൽ വെച്ച് നമ്മുടെ സ്ഥാപനത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന നമ്മളെ പ്രിയപ്പെട്ട ടീച്ചർ, ആ ടീച്ചറുടെ കല്യാണം കഴിഞ്ഞു, നിക്കാഹ് കഴിഞ്ഞു. ഈ വിനീതനായ ഞാനാണ് നിക്കാഹ് ചൊല്ലിക്കൊടുത്തത്, നിക്കാഹ് ചെയ്തു കൊടുത്തത്. അൽഹംദുലില്ലാ ആ ടീച്ചർ ഇന്ന് പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നു. അള്ളാഹു വലിയ സന്തോഷം നൽകട്ടെ, അള്ളാഹു വലിയ സന്തോഷം നൽകട്ടെ. നല്ല ദാമ്പത്യ ജീവിതം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷുക്കൂർ ഫാദലി ഉസ്താദ്, അവരുടെ ഭാര്യയുടെ അനുജത്തി, അവരുടെ ഭാര്യ പ്രഗ്നൻ്റാണ്, ഹംലിലാണ്. അള്ളാഹു വലിയ ബർക്കത്ത് നൽകട്ടെ. അവരുടെ ഭാര്യയുടെ അനിയത്തിയുടെ കല്യാണം ഇന്നുണ്ടായിരുന്നു എന്ന് ഞാൻ അവിടെ പോയിരുന്നു. അവസാനം ഇറങ്ങുമ്പോൾ എന്നെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ചു. അവരൊക്കെ മജ്ലിസ് കാണുന്നവരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല ദാമ്പത്യ ജീവിതം, നല്ല സന്തോഷം അള്ളാഹു അവർക്ക് നൽകി. അള്ളാഹു അവരെ അനുഗ്രഹിക്കട്ടെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും കൂടെ ഒരു 3 നാരിയത്ത് സ്വലാത്ത് ചൊല്ലണം അല്ലേ? എല്ലാവരും ഒരിക്കല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞ പോലെ 313 കാരണം നോക്ക് നിങ്ങൾ, 1313 ആളുകളാണ് ഇപ്പൊ മജ്ലിസിലുള്ളത്. വന്ന് നിന്ന് കണ്ട നിങ്ങള് 1313 ആളുകളാണ് ഇപ്പൊ മജ്ലിസിൽ വന്നത്. 1313 ആളുകൾ. നിങ്ങൾക്ക് കാണൂല, നിങ്ങൾക്ക് 1-3K കാണുള്ളൂ. എനിക്ക് മാത്രമേ ഇതിൽ എത്ര ആളുണ്ടെന്ന് കാണാൻ പറ്റുള്ളൂ അല്ലേ? അങ്ങനെ തന്നെയല്ലേ? എന്തായാലും അൽഹംദുലില്ലാ 313 സ്വലാത്ത്, 313 സ്വലാത്ത്, 313 ബദരീങ്ങളെ ബർക്കത്തുകൊണ്ട് ചൊല്ലാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അൽഹംദുലില്ലാ വലിയ സന്തോഷമാണ് കേട്ടോ. നിങ്ങളൊക്കെ സ്വലാത്ത് ഇല്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഉപകാരം എനിക്ക് കിട്ടുമല്ലോ. വലിയൊരു ഉപകാരം എനിക്ക് കിട്ടും. അതുകൊണ്ട് രക്ഷപ്പെടുന്ന മനസ്സിലാക്കുന്നത്. അള്ളാഹു നമ്മളൊക്കെ രക്ഷപ്പെടുത്തട്ടെ. ഇനി നിങ്ങളെല്ലാവരും 3 നാരിയത്ത് സ്വലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. സ്വീകരിക്കണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്, ഞങ്ങളിൽ നിന്ന് ഏറ്റെടുക്കണേ അല്ലാഹ്, ഞങ്ങളെ ദുആക്ക് ഉത്തരം നൽകണേ അല്ലാഹ്. എല്ലാവരും ഇനി ആമീൻ പറയലാണ് അല്ലേ? കൈകൾ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചോളി. നല്ല ഇഖ്ലാസിൽ അല്ലാഹ് നമ്മളങ്ങോട്ട് കാണട്ടെ. നമ്മളൊക്കെ തെറ്റ് ചെയ്തവരാണ്, തെറ്റ് ചെയ്യാത്തവരൊന്നുമായിട്ട് ആരുമില്ല. നമ്മൾ തെറ്റിങ്ങനെ പറയുമ്പോൾ ശരിയാണ്, അവന് ഇങ്ങനെ തെറ്റ് ചെയ്യുന്നു. എല്ലാവരും നമ്മളൊക്കെ കണക്കാണ് തെറ്റ് ചെയ്യുന്ന കാര്യത്തിൽ അല്ലേ? അള്ളാഹിനെ ഓർമ്മ വരണം. അള്ളാഹ് ഞാൻ എന്താണ് ഈ ചെയ്യണത് എന്ന് തോന്നാൻ എപ്പോഴെങ്കിലൊക്കെ നമുക്കൊക്കെ ഒരു ബോധം ഉണ്ടാവുള്ളൂ. അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ, അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. തെറ്റുകൾ ജീവിതത്തിൽ വന്നു പോകുന്നവരാണ്. അപ്പം ആത്മാർത്ഥമായിട്ട് ആമീൻ പറയാ. ഇന്ന് രാത്രി നമ്മളിപ്പോൾ എത്ര തെറ്റുകളാണോ നമ്മുടെ കൈവശമുള്ളത്, എത്ര തെറ്റിന്റെ ഭാണ്ഡക്കെട്ടാണോ കയ്യിലുള്ളത്, ആ ഭാണ്ഡക്കെട്ട് അഴിച്ചു വെക്കാതെ, അല്ലെങ്കിൽ അത് അള്ളാഹ് നമുക്ക് പുറത്ത് തന്നിട്ടില്ലെങ്കിൽ നമ്മളൊക്കെ വലിയ ബേജാറിലായി പോകും, വലിയ ബേജാറിലായി പോകും. അപ്പോൾ ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടെ എല്ലാവരും ഒരു 11 തവണ ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹൽ അദീം. എന്താ അതിൻ്റെ അർത്ഥം? എനിക്ക് പുറത്ത് തരണേ റബ്ബേ, മനസ്സറിഞ്ഞ് നിങ്ങൾ എൻ്റെ കൂടെ പറയണം. എല്ലാവരും കണ്ണിങ്ങനെ അടച്ചു പിടിച്ചേ, എല്ലാവരും കണ്ണടച്ചു പിടിക്കും, കണ്ണടച്ചു പിടിച്ചോളി. ഒരു മടിയും, ഞാൻ ഈ പറയുന്നതിൽ ഒരു മടി നിങ്ങൾ ആരും കാണിക്കണ്ട, ആരും കാണിക്കണ്ട. നമ്മളിങ്ങനെ അടച്ചു പിടിച്ച് അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് ചൊല്ലുമ്പോൾ ഏതെങ്കിലും ഒരു ഇസ്തിഗ്ഫാർ അല്ലാഹ് സ്വീകരിച്ചാൽ നമ്മൾ രക്ഷപ്പെടും. ഞാൻ വെറുതെ പറയുന്നതല്ല. നമുക്ക് നമ്മുടെ പാപങ്ങൾ പുറത്ത് കിട്ടണമെന്നൊരു ചിന്ത പോലും ഇല്ല നമുക്ക്. എപ്പോഴെങ്കിലും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ചിന്ത വന്നാലോ,
ഇങ്ങനെ ഞാനിങ്ങനെ പറയുമ്പോൾ ആർക്കെങ്കിലും ഒരാൾക്ക് ചിന്ത വന്നാലോ, എനിക്ക് വന്നാലോ ആത്മാർത്ഥമായിട്ടൊന്ന് ചൊല്ലാൻ തോന്നിയാലോ, ആത്മാർത്ഥതയുള്ള വാക്കും പ്രവർത്തനം അള്ളാഹു കബൂലാക്കും. അപ്പൊ എല്ലാവരും നല്ല നിയ്യത്തിൽ ഒരു 11 തവണ കണ്ണടച്ചു പിടിച്ചോ, എല്ലാവരും കണ്ണടച്ചു പിടിച്ചോളി. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അൽഹംദുലില്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹുവേ, മാതാപിതാക്കളോട് ചെയ്തത് പൊറുത്തു തരണേ അല്ലാ, മക്കളോട് ചെയ്തത് പൊറുക്കണേ അല്ലാ, കുടുംബത്തോട് ചെയ്തത് പൊറുക്കണേ അല്ലാ, കൂട്ടുകാരോട് ചെയ്തത് പൊറുക്കണേ അല്ലാ, ഉസ്താദുമാരോട് ചെയ്തത് പൊറുത്തു തരണേ അല്ലാ, ഞങ്ങളെ പാപങ്ങൾ പൊറുത്തു തരണേ അല്ലാ, ഞങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ലാ. അല്ലാഹുവേ, തെറ്റുകൾ ചെയ്തു പോയി റബ്ബേ, സാഹചര്യങ്ങളിൽ പെട്ടുപോയതാണ് അല്ലാ, ശൈത്താനിന്റെ കെളിമലയിൽ പെട്ടുപോയതാണ് അല്ലാ, ശൈത്താന് പഴപ്പിച്ചതാണ് അല്ലാ, ഞങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ലാ, ഞങ്ങൾക്ക് മാപ്പാക്കണേ അല്ലാ, ഞങ്ങൾക്ക് മാപ്പാക്കണേ അല്ലാ. അൽഹംദുലില്ലാഹ്. നിങ്ങളെല്ലാവരും കൂടെ ആത്മാർത്ഥമായിട്ട് ആമീൻ പറയണം. കൈകൾ ഉയർത്തിപ്പിടിക്കണം. ഒരു അദബുണ്ടല്ലോ എന്ന് ദ്വാരക്കുമ്പോൾ അള്ളഹാനോടാണ് പറയുന്നത്. നമ്മളിങ്ങനെ കൈ ഇങ്ങനെ താഴ്ത്തിപ്പിടിച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ട് അള്ളഹാനോട് ചോദിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? വേണമെങ്കിൽ തന്നാൽ മതി എന്നാ. അള്ളാഹ് നമുക്ക് തരണം അല്ലേ? അങ്ങനെ വെള്ളിയാഴ്ച രാവാണ്, വലിയ ഇജാബത്തുള്ളതാ. ചാവക്കാടുള്ള കുടുംബമുണ്ട്, എല്ലാം അവർ വേറെ ദിവസം ഒന്നും ദ്വാ കൊണ്ട് അറിയിക്കൂല കേട്ടോ. വലിയ അങ്ങനെ ഓരോരുത്തരുണ്ടാവും, ഓരോരുത്തരും ഓരോ മോഡലാണ്. എല്ലാ ദിവസവും വിളിക്കുന്നവരുണ്ട്, എല്ലാ ദിവസം എന്നെ വിളിക്കുന്ന 3-4 ഉമ്മമാരുണ്ട്. അവർക്ക് എന്നെ വിളിച്ചിട്ടില്ലെങ്കിൽ സമാധാനം ആകൂല, അതുകൊണ്ട് വിളിക്കാണ് അവര്. പ്രായമുള്ള ഉമ്മമാർ, അള്ളാഹു വലിയ ബർക്കത്ത് അവരുടെയൊക്കെ ജീവിതത്തിൽ കൊടുക്കട്ടെ. എനിക്ക് പറ്റുമ്പോഴേ ഞാൻ എടുക്കാറുള്ളൂ, അത് വേറെ കാര്യം. അതുകൊണ്ട് ആരും വിഷമൊന്നും വിചാരിക്കണ്ട, അൽഹംദുലില്ലാഹ്. എന്താ പറഞ്ഞത്? നല്ല ഇഖ്ലാസോടുകൂടെ തഖ്വയോടുകൂടെ ഇങ്ങനെ കൈകൾ ഉയർത്തിപ്പിടിക്കുക. വെള്ളിയാഴ്ച രാവിലെ മഹത്തുണ്ട്. ആ വെള്ളിയാഴ്ച രാവിലെ മാത്രം ദുആ കൊണ്ട് അറിയിക്കുന്ന ആ കുടുംബം അള്ളാഹു വലിയ ബർക്കത്ത് അവർക്ക് കൊടുക്കട്ടെ. സ്വലാത്ത് ചൊല്ലിയതിന്റെ ഒക്കെ പ്രതിഫലം അള്ളാഹു അവർക്ക് കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. കൈകളെല്ലാവരും ഉയർത്തിപ്പിടിക്കും. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأهل بيته وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم وصل ثواب ما قرأناه من القرآن العظيم. هذه هدية واصلة ورحمة نازلة وبركة شاملة مقبولة ومرضية منا إلى حضرة روح نبينا وهادينا ومنجينا ومرشدنا ومصطفانا محمد صلى الله عليه وسلم سيد الأولين والآخرين قدوة الصالحين والأخيار قائد المهاجرين والأنصار وإلى حضرة الساداتنا صحابة البدريين رضي الله عنهم وإلى حضرات سائر الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين. اللهم بارك لنا في جميع أمورنا خصوصا في اجتماعنا هذا بركة تامة كما باركت على عبادك الصالحين. أرحم الراحمين الملك الجبار راج സയ്യിദായ റബ്ബായ അല്ലാഹ്, ഞങ്ങളെ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാഹ്, ഞങ്ങളെ മജ്ലിസ് നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്നോട് ചോദിക്കുന്നതിന് നീ ഉത്തരം നൽകണേ അല്ലാഹ്, ഞങ്ങളെ തേട്ടം നീ കബൂലാക്കണേ അല്ലാഹ്, ഞങ്ങളെ പാപങ്ങൾ മുഴുവനും പുറത്തു തരണേ അല്ലാഹ്, തെറ്റുകളില്ലാതെ ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങൾ വളർന്നു വന്ന സാഹചര്യം പലരുടെയും വളരെ മോശമാണ്, അതിൽ നിന്നുണ്ടാകുന്ന തെറ്റുകളാണ് റബ്ബേ, ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാഹ്. തെറ്റുകളില്ലാതെ ജീവിക്കാനുള്ള സന്മനസ്
സന്മനസ്സും സൗഭാഗ്യവും നൽകണേ അല്ലാ. നല്ല മനസ്സുകളുടെ ഉടമകളാക്കണേ അല്ലാ. ഒരാളോടും വെറുപ്പോ വൈരാഗ്യമോ വിദ്വേഷമോ പകയോ ഞങ്ങളെ മനസ്സിൽ നൽകല്ലേ അല്ലാ. ഞങ്ങളോട് ഒരാൾക്കും വെറുപ്പോ വിദ്വേഷമോ പകയോ നൽകല്ലേ അല്ലാ. എല്ലാവരോടും സ്നേഹം നൽകണേ അല്ലാ. ഞങ്ങളോട് എല്ലാവർക്കും സ്നേഹം നൽകണേ അല്ലാ. സന്തോഷം നൽകണേ അല്ലാ. അല്ലാ പടച്ചറബേ, സാധുക്കളായ ഞങ്ങളെ ഹലാലായ ഖൈറായ എല്ലാ ഉദ്ദേശങ്ങളും നിറവേറ്റണേ അല്ലാ. ഞങ്ങളെ മനസ്സിന്റെ ഉള്ളിൽ ഞങ്ങൾ കൊണ്ട് നടക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. അല്ലാഹുവേ, നീ അതൊക്കെ ഹാസുലാക്കി തരണേ അല്ലാ. ഞങ്ങളെ ഉദ്ദേശങ്ങളൊക്കെ നടത്തി തരണേ അല്ലാ. അല്ലാ അല്ലാ റബ്ബുനല്ലാ, മല പോലെ ഞങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന സർവ്വ മുസീബത്തുകളും ഈ മജ്ലിസിൽ ചൊല്ലപ്പെട്ട ദിക്റുകളുടെ സ്വലാത്തുകളുടെ മറ്റുള്ള അമലുകളുടെ ബറക്കത്ത് കൊണ്ട് മഞ്ഞു പോലെയാക്കണേ അല്ലാ. അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ, ഞങ്ങളെ കുടുംബങ്ങളെ, ഭാര്യ മക്കളെ, അല്ലാഹുവേ പേരമക്കളെ കാത്തു രക്ഷിക്കണേ അല്ലാ. അപകടങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. പെടുമരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. ദുർമരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. മോശപ്പെട്ട മരണങ്ങൾ നൽകല്ലേ അല്ലാ. നൂറുൽ ഹുദാ കുടുംബത്തിലെ ആമീൻ പറയുന്ന ഒരാൾക്കും മോശപ്പെട്ട മരണം നൽകല്ലേ അല്ലാ. നല്ല ഇസ്സത്തോടുകൂടെ കലിമ ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. പടച്ച റബ്ബേ, ഈ സദസ്സിൽ പങ്കെടുക്കുന്ന പലർക്കും പല രോഗങ്ങളാണ്. ക്യാൻസർ ഉള്ളവരുണ്ട്, ട്യൂമർ ഉള്ളവരുണ്ട്, അല്ലാഹുവേ പേരറിയാത്ത രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, നിത്യേന മരുന്ന് കുടിക്കുന്നവരുണ്ട്, അല്ലാ വേദനകൾ സഹിച്ചു കഴിയുന്നവരുണ്ട്, തളർന്ന് കിടക്കുന്നവരുണ്ട്, വീട്ടിൽ റെസ്റ്റ് എടുക്കുന്നവരുണ്ട്, ഹോസ്പിറ്റലുകളിൽ ICUൽ വരെ കിടക്കുന്നവരുണ്ട്. എല്ലാവരുടെ രോഗങ്ങളും ശിഫയാക്കണേ അല്ലാ. എല്ലാവർക്കും ശിഫയാക്കണേ അല്ലാ. കാമിലായ അജ്ലായ താമായ ശിഫ നൽകണേ അല്ലാ. താങ്ങാൻ കഴിയാത്ത രോഗങ്ങളോ വിഷമങ്ങളോ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന നൂറുൽ ഹുദാ കുടുംബത്തിൽ ഒരാൾക്കും നൽകല്ലേ അല്ലാ. ഷുഗറോ പ്രഷറോ നൽകല്ലേ അല്ലാ. ബ്ലോക്കോ സ്ട്രോക്കോ നൽകല്ലേ അല്ലാ. ഞങ്ങളെ നാട്ടിൽ നിന്ന് വിദേശത്ത് പോയി കഷ്ടപ്പെടുന്ന പ്രവാസികൾ അല്ലാഹുവേ രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. അല്ലാഹുവേ പല പ്രവാസികളും അവിടെ നിന്ന് മരണപ്പെട്ട് നാട്ടിലേക്ക് കൊണ്ടുവരുന്ന അവസ്ഥ ഞങ്ങൾ കാണാറുണ്ട്. ഞങ്ങളെ പ്രവാസികൾക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അല്ലാ. പടച്ച റബ്ബേ, അവർ ചെയ്യുന്ന ജോലികളിലൊക്കെ ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങൾ ചെയ്യുന്ന ജോലികളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. റാഹത്ത് നൽകണേ അല്ലാ. സന്തോഷം നൽകണേ അല്ലാ. അഭിവൃദ്ധി നൽകണേ അല്ലാ. ഐശ്വര്യം നൽകണേ അല്ലാ. എല്ലാ സാഹിര്യങ്ങളെ സിഹറിൽ നിന്നും ഞങ്ങളെ കാക്കണേ അല്ലാ. മാട്ടുമാരണങ്ങൾ ഞങ്ങൾക്കെതിരെ ചെയ്യുന്നവർക്ക് നല്ല ബുദ്ധി കൊടുക്കണേ അല്ലാ. അവരെ നന്നാക്കണേ അല്ലാ. അല്ലാഹുവേ, അവർ ചെയ്തതൊക്കെ നീ ബാത്തിലാക്കണേ അല്ലാ. അതുപോലെ കണ്ണേറന്മാരെ കണ്ണേറിൽ നിന്ന് നീ കാക്കണേ അല്ലാ. പലരും പ്രാകാറുണ്ട് റബ്ബേ, ആ പ്രാക്ക് തട്ടുന്നവരിൽ ഞങ്ങളെ പെടുത്തല്ലേ അല്ലാ. എല്ലാ പ്രാക്കുകളും ബാത്തിലാക്കണേ അല്ലാ. എല്ലാ വൽമുകളും ബാത്തിലാക്കണേ അല്ലാ. പടച്ച റബ്ബേ, ഞങ്ങളെ സദസ്സിനെ നീ ഏറ്റെടുക്കണേ അല്ലാ. ഞങ്ങളെ സദസ്സിനെ നീ കബൂലാക്കണേ അല്ലാ. ഞങ്ങളെ ദുആക്ക് നീ ഇജാബത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, താങ്ങാൻ കഴിയാത്ത രോഗങ്ങൾ വന്ന് അല്ലാഹുവേ ചികിത്സിക്കാൻ പണമില്ലാത്ത നിലക്കുള്ള പ്രയാസം അനുഭവിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാ. അല്ലാ റബ്ബുനല്ലാ, സാമ്പത്തികമായി പരീക്ഷിക്കല്ലേ അല്ലാ. സമ്പത്ത് തന്ന് പരീക്ഷിക്കല്ലേ അല്ലാ. സമ്പത്തില്ലാതെ പരീക്ഷിക്കല്ലേ അല്ലാ. എല്ലാ പരീക്ഷണങ്ങളിലും അല്ലാഹുവേ സാധുക്കളായ ഞങ്ങൾക്ക് നീ വിജയം നൽകണേ അല്ലാ. ഞങ്ങൾക്ക് വിജയം നൽകണേ അല്ലാ. ഹലാലായ ഖൈറായ സമ്പത്ത്, കുടുംബത്തെ നോക്കാൻ, മക്കളെ പഠിപ്പിക്കാൻ, മക്കളെ കെട്ടിച്ച് പറഞ്ഞേക്കാൻ, വീട് പണി പൂർത്തിയാക്കാൻ, അല്ലാഹുവേ ഞങ്ങളെ നിത്യേന ഭക്ഷണം കഴിക്കാൻ, മാതാപിതാക്കളെ നോക്കാൻ, എല്ലാ കാര്യങ്ങൾക്കും ഹലാലായ സമ്പത്ത് നൽകണേ അല്ലാ. എല്ലാ കാര്യങ്ങൾക്കും ഹലാലായ ഖൈറായ സമ്പത്ത് നൽകണേ അല്ലാ. തന്നതിൽ ബർക്കത്ത് നൽകണേ അല്ലാ. തരാനുള്ളത് ബർക്കത്തോടുകൂടെ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണേ അല്ലാ. അല്ലാഹുവേ, ഗർഭിണികളുണ്ട്, ഹലാലായ നല്ല മക്കളെ നൽകണേ അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് നല്ല മക്കളെ നൽകണേ അല്ലാ. തന്ന മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ, ആലിമീങ്ങളാക്കണേ അല്ലാ. ആബിദീങ്ങളാക്കണേ അല്ലാ. ഹാഫിളീങ്ങളാക്കണേ അല്ലാ. മുത്തഖീങ്ങളാക്കണേ അല്ലാ. ഇരുലോകത്തും ഞങ്ങൾക്ക് ഉപകരിക്കുന്ന നല്ല മക്കളാക്കി ഞങ്ങളെ മക്കളെ മാറ്റണേ അല്ലാ. നല്ല നിലക്ക് നല്ലത് പറഞ്ഞു കൊടുത്ത് അല്ലാഹുവേ ഞങ്ങളെ മക്കളെ വളർത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ, നിന്റെ
മഹാന്മാരെ ഒരുപാട് പറഞ്ഞു പാടി, അതെല്ലാം നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്ക് ഉത്തരം കിട്ടാൻ അതൊക്കെ നീ കാരണമാക്കണേ അല്ലാ. അല്ലാ അല്ലാ റബ്ബുനല്ലാ, ഞങ്ങൾ എത്ര കാലമാണോ ജീവിക്കുന്നത് എന്ന് ഞങ്ങൾക്കറിയില്ല. ജീവിക്കുന്നത് എത്ര കാലമാണോ അത്ര കാലം ഇസ്സത്ത് നൽകണേ അല്ലാ, ഖൈർ നൽകണേ അല്ലാ, ബറക്കത്ത് നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ, സമാധാനം നൽകണേ അല്ലാ. അല്ലാഹുവേ ഖൈർ നൽകണേ അല്ലാ. നല്ല നിലക്ക് ജീവിക്കാനും നല്ല നിലക്ക് മരണപ്പെടാനും ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ വീടില്ലാത്തവരുണ്ട്, ഖൈറായ വീട് നൽകണേ അല്ലാ. വിവാഹപ്രായമെത്തിയവരുണ്ട്, അനുയോജ്യരായ ഇണകളെ ദീനീ ബോധമുള്ള അതവുള്ള അച്ചടക്കമുള്ള കുടുംബത്തെ നല്ല നിലക്ക് കൊണ്ടു നടക്കുന്ന നല്ല ഇണകളെ നൽകി ഞങ്ങളെ സന്തോഷിപ്പിക്കണേ അല്ലാ. ഞങ്ങൾക്ക് ഖൈർ നൽകണേ അല്ലാ, ബറക്കത്ത് നൽകണേ അല്ലാ. നീ ഞങ്ങളെ ഏറ്റെടുക്കണേ അല്ലാ. പടച്ച റബ്ബേ, പലരും പല വിഷമങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ വിളിച്ചവരെ നിനക്കറിയാം, വിളിച്ചിട്ട് കിട്ടാത്തവരെ നിനക്കറിയാം, അവരെ ഉദ്ദേശങ്ങൾ നിനക്കറിയാം. എല്ലാവരെ ഹലാലായ മുറാദുകളും എല്ലാവരെ ഉദ്ദേശങ്ങളും നീ നടത്തി കൊടുക്കണേ അല്ലാ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കലിമ ചൊല്ലി ത്വാഹിറ ഉമ്മ പറയുന്നത് പോലെ മദീന മുനവ്വറയിൽ ഹബീബായ തങ്ങളെ ചാരത്ത് വെച്ച്, ഹബീബായ തങ്ങളെ ചാരത്ത് വെച്ച് റൂഹ് പിരിയുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെല്ലാവരെയും നീ കബൂലാക്കണേ അല്ലാ. ഞങ്ങളെല്ലാവരെയും നീ ഏറ്റെടുക്കണേ അല്ലാ. അവസാനം നന്നാക്കണേ അല്ലാ. അവസാനം നന്നാക്കണേ അല്ലാ. അവസാനം നന്നാക്കണേ അല്ലാ. മരണപ്പെട്ട ഖബറിൽ കഴിയുന്ന ധാരാളം ആളുകളുണ്ട്. നിലമ്മലുള്ള ഫാത്തിമോള്, തിരുവിതാംകുന്നത്തുള്ള ഫാത്തിമ ഉമ്മ, അല്ലാഹുവേ, അതുപോലെ ചാവക്കാടുള്ള 14 വയസ്സുള്ള സഹോദരി, അല്ലാഹുവേ, പൊന്നുമോള്, അതുപോലെ ഏലംകുളത്തുള്ള +1 പഠിക്കുന്ന മോന്, ഈ അടുത്ത് മരണപ്പെട്ടു പോയ 4 മക്കള്, അതുപോലെ അപകടങ്ങളിലൊക്കെ മരണപ്പെട്ടു പോയവര്, വയനാട് ദുരന്തത്തിൽ മരണപ്പെട്ടു പോയവര്, കവളപ്പാറ ദുരന്തത്തിൽ മരണപ്പെട്ടു പോയവര്, അങ്ങനെ ദുരന്തങ്ങളിൽ മരണപ്പെട്ടു പോയി ഖബറിൽ കഴിയുന്നവര്, അല്ലാ അല്ലാ റബ്ബുനല്ലാ, അവരുടെ ഖബറുകളിലേക്ക് ഈ മജ്ലിസിന്റെ വെളിച്ചത്തെ നീ കാണിക്കണേ അല്ലാ. അവരെ ഖബറുകൾ വിശാലമാക്കണേ അല്ലാ, സ്വർഗീയമാക്കണേ അല്ലാ. സ്വർഗീയ ങ്ങളെ കൊണ്ട്, അനുഭൂതികളെ കൊണ്ട് ഞങ്ങളെ കബറാളികളെ സന്തോഷിപ്പിക്കണേ അല്ലാ. ഞങ്ങൾക്ക് ഈമാൻ നൽകണേ അല്ലാ. മഖബൂലായ മബ്റൂറായ ഹജ്ജ് ഉംറ മർളിയായ സിയാറത്തിനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഈമാനുള്ളവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഹിദായത്തും വർദ്ധിപ്പിച്ചു തരണേ അല്ലാ. ഞങ്ങളെ സ്ഥാപനത്തിൽ പഠിക്കുന്ന 100 ചില്ലാനം മക്കള്, അല്ലാഹുവേ, അവരെ ഭക്ഷണത്തിലേക്ക് സഹായിക്കുന്നത് ഈ നൂറുൽ ഹുദാ കുടുംബങ്ങളാണ്. ബറക്കത്ത് നൽകണേ അല്ലാ. വസ്ത്രത്തിലേക്ക് സഹായിക്കുന്നവരുണ്ട്, അവരെ പഠന സൗകര്യങ്ങളിലേക്ക് തരുന്നവരുണ്ട്. അല്ലാഹുവേ, യതീമിനെ സംരക്ഷിച്ചനും ഞാനും 2 വിരലുകൾ ചേർത്ത് പിടിച്ച് ഇപ്രകാരമാണെന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. യതീമീങ്ങളെ സ്നേഹിക്കാൻ ഞങ്ങൾക്ക് സമ്പത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ സമ്പത്ത് മുഴുവനും ആവശ്യമില്ലാതെ അനാവശ്യമായി ചെലവഴിക്കുന്നതിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാ. ഞങ്ങളെ കുടുംബത്തിലുള്ള അനാഥകളെ പരിഗണിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. ഉള്ള സമ്പത്ത് മുഴുവനും ഒറ്റക്ക് തിന്നു തീർക്കുന്ന, അല്ലാഹുവേ, മോശപ്പെട്ട സ്വഭാവം ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാ. ഞങ്ങളെ കൊണ്ട് മറ്റുള്ളവർ ജീവിക്കുന്ന അവസ്ഥ നൽകണേ അല്ലാ. എല്ലാവരെയും സ്നേഹിക്കാനും സഹായിക്കാനുമുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ വേറൊരാളെ പറ്റിച്ചു പോകുന്ന അവസ്ഥയിൽ നിന്ന് കാക്കണേ അല്ലാ. കടം വാങ്ങിച്ചവരുണ്ട്, കൊടുക്കാനുണ്ട്. അല്ലാഹുവേ, വാങ്ങിച്ചത് ഞങ്ങളെ കൈകളിലേക്ക് എത്തിക്കണേ അല്ലാ. കൊടുക്കാനുള്ളത് കൊടുത്തു വീട്ടാനുള്ള വഴികൾ ഞങ്ങൾക്ക് തുറന്നു തരണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ്, അതിൽ ആഡാവാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ മുകളിൽ 2 നമ്പറുണ്ട്, അതുപോലെ തന്നെ താഴെ എൻ്റെ നമ്പറുണ്ട്. OMS തങ്ങളെ വിളിക്കേണ്ട നമ്പർ എന്ന് പറഞ്ഞ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വാട്സപ്പിൽ ഈ നമ്പർ ആഡ് ചെയ്യുക. നിങ്ങളുടെ കുടുംബത്തിലോ പരിസരങ്ങളിലുള്ള ആളുകൾ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ
ആരെയും നിർബന്ധിക്കണ്ട. നിർബന്ധിച്ചാൽ നല്ലത്. നമുക്ക് നിർബന്ധിക്കാൻ പറ്റുന്ന ആളുകളോട് നിർബന്ധിക്കാം. കാരണം നമ്മളൊരു സിനിമാ പാട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. നമ്മൾ ഹൈറേ ഇതിൽ ചെയ്യുന്നുള്ളൂ. അള്ളാഹു ബർക്കത്ത് നൽകട്ടെ, അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. അവർക്ക് ഈ നമ്പറിൽ അവരെ നമ്പർ ആരാണോ ചേരാൻ ആഗ്രഹിക്കുന്നത് അവരെ നമ്പർ മജ്‌ലിസിൽ കൊടുക്കുക. അതുപോലെ അഡ്മിന്മാരിലേക്ക് എത്തിക്കുക, താഴെ കാണുന്ന നമ്പറിൽ എത്തിക്കുക. ഇൻഷാ അള്ളാഹ് നാളെ മജ്‌ലിസ് തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരെയും മജ്‌ലിസിൽ ആഡാക്കും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നാളെ മെസ്സേജ് അയക്കാനും എന്തെങ്കിലും അറിയിക്കാനൊക്കെ ഉണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. നമ്മളെ ഉസ്താദ് ഉണ്ട്, ബാദുഷ ഉസ്താദ്, ഇൻഷാ അള്ളാഹ് ഒക്കെ നോക്കിയിട്ട് അതിന് റിപ്ലൈ തരും. അതുപോലെ ഞാൻ റിപ്ലൈ തരേണ്ടതാണെങ്കിൽ ഞാൻ റിപ്ലൈ തരും ഇൻഷാ അള്ളാഹ്. എല്ലാം അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു എല്ലാം ഏറ്റെടുക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.